Alhamdulillahi Rabbil Alamin. Rabbi shrah li sadri wa yassir li amri wahlul 'uqdatam min lisani yafqahu qawli. Rabbi zidni ilma, Rabbi arini haqa'iqal ashya. അഭിവന്ദ്യരായ അധ്യക്ഷൻ, ആദരണീയരായ നാട്ടുകാരെ, ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ലോക ജനതയിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് ഹസ്രത്ത് ഈസാ അലൈഹി ഇസ്ലാമിൻ്റെ അനുയായികളായ ക്രൈസ്തവരാണ്. രണ്ടാം സ്ഥാനത്ത് മുസ്ലിങ്ങളാണ്. ഈ രണ്ട് ശക്തികൾക്കും കീഴെയാണ് മറ്റുള്ള എല്ലാ വിഭാഗങ്ങളും. അംഗസംഖ്യയുടെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറയുന്നത്. പക്ഷെ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പഠിക്കുമ്പോൾ അവരിലെ നിരവധി സംഘങ്ങൾ, കക്ഷികൾ അവരുടേതായ നിലയിൽ ഇസ്ലാമിന് വേണ്ടി സേവനം അനുഷ്ഠിച്ചു വരുന്നതായിട്ട് കാണാൻ കഴിയും. പല തരക്കാരാണ്, പല കക്ഷിക്കാരാണ്. പക്ഷെ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ മേൽ സ്വലാത്ത് ചെല്ലുന്നവരാണ്. ഈ അംഗസംഖ്യയിൽ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന മുസ്ലിങ്ങളെ ഇന്ന് പാശ്ചാത്യ ശക്തികൾ എല്ലാ വിധത്തിലും കയ്യിലെടുത്തുകൊണ്ട് തങ്ങളുടെ ഒരു കളിപ്പാവയാക്കി മാറ്റിയിരിക്കുന്നു എന്ന് പറയുകയാണെങ്കിൽ അതിൽ അതിശയോക്തിയൊന്നും ഉണ്ടാവുകയില്ല. കാരണം ഇന്നത്തെ മുസ്ലിം നേതാക്കന്മാരെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത് പാശ്ചാത്യ ലോബികളാണ്, ദജ്ജാലി ശക്തികളാണ്. അതുകൊണ്ടാണ് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം മുമ്പേ തന്നെ നമുക്ക് മുന്നറിയിപ്പ് നൽകിയത്, ദജ്ജാൽ എന്ന് പറയുന്ന ആ ശക്തി മുസ്ലിം ലോകത്തെ വലയം ചെയ്യുന്നതായിരിക്കും. അതിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടി സൂറത്തുൽ കഹ്ഫിൻ്റെ ആദ്യത്തെ 10 വചനവും അവസാനത്തെ വചനങ്ങളും ഓതാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുസ്ലിങ്ങളോട് ആജ്ഞാപിക്കുകയും ഉണ്ടായിട്ടുണ്ട്. അതനുസരിച്ച് ഇന്ന് വരെ ജുമാ ദിവസങ്ങളിൽ മിക്ക സുബഹി നമസ്കാര വേളകളിലും ഇത് ഓതാറുമുണ്ട്. ഇന്നത്തെ മുസ്ലിങ്ങളുടെ അവസ്ഥയും നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്തിൻ്റെ അവസ്ഥയും നമ്മളൊന്ന് താരതമ്യം ചെയ്ത് നോക്കുകയാണെങ്കിൽ അവര് പ്രവർത്തിച്ചു കാണിച്ച, നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം നടന്നും ഇരുന്നും സഹവസിച്ചും ആ പ്രവാചക പുണ്യവാന്റെ ജീവിതചര്യ മനസ്സിലാക്കി ലോകത്ത് ഇസ്ലാം പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി അവർ ചെയ്ത ത്യാഗങ്ങളും എല്ലാത്തിനേക്കാളും ഉപരി അവരുടെ ജീവിത മാതൃകയും ഇന്നത്തെ മുസ്ലിങ്ങളിൽ കാണാൻ സാധ്യമല്ല. മുസ്ലിം എന്ന് പേര് കൊണ്ടെന്നല്ലാതെ
മുസൽമാൻ ഉണ്ടായിരിക്കേണ്ട സവിശേഷമായ ഗുണങ്ങളോ ഇസ്ലാമിക അധ്യാപനങ്ങളനുസരിച്ച് ജീവിക്കേണ്ടുന്ന മര്യാദകളോ ഒന്നും മുസ്ലിങ്ങളിൽ ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം. ഓരോ മുസൽമാനും ഇത് നല്ലവണ്ണം അറിയാം. അതിന് കാരണമെന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യഥാർത്ഥ ഇസ്ലാം ഈ ലോകത്ത് നിലനിൽക്കുന്നതിനെ സംബന്ധിച്ച് കാലനിർണയം ചെയ്തിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖൈറുൽ ഖുറൂനി ഖർനി സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും സുമ്മ യഫ്ശുൽ കദിബ്. ഏറ്റവും ഉത്തമമായ നൂറ്റാണ്ട് എൻ്റെ നൂറ്റാണ്ടാണ്. ഞാൻ നിങ്ങളുടെ ഇടയിൽ ജീവിച്ചിരിക്കുന്ന ഈ നൂറ്റാണ്ടാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ള നൂറ്റാണ്ട്. ഇസ്ലാം മതത്തിൻ്റെ യഥാർത്ഥമായ സ്ഥിതി യാതൊരു പോറലുമേൽക്കാതെ നിലനിൽക്കുന്ന കാലമാണ് ഈ 100 വർഷം. പിന്നീട് അതിന് ശേഷം വരുന്ന 100 വർഷം, പിന്നീട് അതിന് ശേഷം വരുന്ന 100 വർഷം, അങ്ങനെ 300 വർഷക്കാലം, 3 നൂറ്റാണ്ടുകൾ ഉത്തമ നൂറ്റാണ്ടുകളായിരിക്കുമെന്ന് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എല്ലാ മുസ്ലിങ്ങൾക്കും അറിയാവുന്ന ഒരു നിവേദനമാണിത്. സാധാരണ മുസ്ലിം പത്രമാസികകളിൽ പ്രസിദ്ധീകരിക്കാറുള്ളതുമാണിത്. ആ 3 നൂറ്റാണ്ടിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്ക് സുമ്മ യഫ്ശുൽ കദിബ് എന്നാണ്. പിന്നീട് കളവ് പരക്കുന്നതായിരിക്കും. ഇസ്ലാമിൽ പിന്നീട് കളവ് പരക്കുന്നതായിരിക്കും. സുമ്മ യഫ്ശുൽ കദിബ്. ഈ കളവിൻ്റെ കാലഘട്ടം ഫൈജെ ആഴ്വജിന്റെ കാലഘട്ടം 1000 വർഷമായിരിക്കുമെന്ന് വിശുദ്ധ ഖുർആനിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നുണ്ട്. ഇനി കളവിന്റെ കാലഘട്ടമായ 1000 വർഷവും ഉത്തമ നൂറ്റാണ്ടുകളെന്ന് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശേഷിപ്പിച്ച 3 നൂറ്റാണ്ടും കൂട്ടിക്കഴിയുമ്പോൾ 1300 വർഷമാണ് നമുക്ക് ലഭിക്കുന്നത്. അതുകൊണ്ടാണ് ഉമ്മത്തിലെ പൂർവികരായിട്ടുള്ള വലിയ വലിയ പണ്ഡിതന്മാരും ഷെയ്ഖുമാരും അള്ളാഹുവിൻ്റെ ഒലിയുമാരും 1300 ശേഷം 1400 തലക്കലായിരിക്കും ഇമാം മഹദിയുടെ ആവിർഭാവം ഉണ്ടാവുക എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇപ്പൊ 14-ാം നൂറ്റാണ്ടിന്റെ തലക്കൽ വരുന്ന മുജദ്ദിദ് ഇമാം മഹദി ആയിരിക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. ആ 14-ാം നൂറ്റാണ്ടിനെ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലം മുതലുള്ള എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നതാണ്. ഇമാം മഹദിയുടെ ആവിർഭാവത്തെ സംബന്ധിച്ച് വാതോരാതെ പ്രസംഗങ്ങൾ നടന്നുകൊണ്ടിരുന്നു. പ്രത്യേകിച്ച് സുന്നി വേദികളിൽ വഅ്ള് പരമ്പരകൾ തന്നെ നടന്നിരുന്നു. അതിൽ മുഖ്യമായ ഒരു വിഷയം ഇമാം മഹദിയുടെ ആവിർഭാവമായിരുന്നു. എല്ലാ തെളിവുകളും ഉദ്ധരിച്ചുകൊണ്ട്, എത്രത്തോളം എന്നാൽ അല്ലാമ ശുജാഇ മുസ്ലിയാർ അദ്ദേഹത്തിന്റെ ഫൈദുൽ ഫയ്യാദ് എന്ന ഗ്രന്ഥത്തിൽ പറയുക പോലും ചെയ്തു,
ഇമാം മഹ്ദി ജനിച്ചു കഴിഞ്ഞിട്ടുണ്ട്, അദ്ദേഹം പുറപ്പെട്ടിട്ട് 4 വർഷം കഴിഞ്ഞിരിക്കുന്നുവെന്ന്. അങ്ങനെ പ്രഗത്ഭരായ പണ്ഡിതന്മാര്, അള്ളാഹുവിൻ്റെ വലിയമാര് ഒക്കെ തന്നെയും ഈ കാലഘട്ടത്തെ സംബന്ധിച്ച് പറഞ്ഞു. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം സവിസ്തരം ഈ കാലത്ത് ഉണ്ടാകുന്ന ഓരോ കാര്യങ്ങളെയും വിവരിച്ചു പറഞ്ഞിട്ടുണ്ട്. മുസ്ലിങ്ങൾക്കുണ്ടാവുന്ന ശോചനീയ അവസ്ഥയെ സംബന്ധിച്ച് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപാട് പറഞ്ഞു. അതൊക്കെയും ഇന്നത്തെ മുസ്ലിങ്ങൾക്കറിയാം. പക്ഷേ അത് തങ്ങളിൽ സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്ന് സമ്മതിക്കാൻ മുസ്ലിം ലോകം തയ്യാറായിട്ടില്ല. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എൻ്റെ ഉമ്മത്ത്, അതായത് മുസ്ലിം ഉമ്മത്ത്, യഹൂദി നസാറാക്കളെ ചാണിന് ചാണായും മുഴത്തിന് മുഴമായും പിൻപറ്റുന്നതാണ്. അതുപോലെ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഈമാൻ കാർത്തിക നക്ഷത്രം വരെ ഉയർന്നു പോകുന്ന ഒരു കാലമുണ്ടാവും. അതുപോലെ തന്നെ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖുർആനിന്റെ ലിപികൾ മാത്രം അവശേഷിക്കുന്നതായിരിക്കും. അതനുസരിച്ചിട്ടുള്ള ജീവിതം ഉണ്ടാവുകയില്ല. ഇതെല്ലാം നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്. എന്നിട്ടതിന് പരിഹാരമായിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അത്തരം കാലഘട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു തആല മഹ്ദിയെയും മസീഹിനെയും അയക്കുന്നതായിരിക്കും. അദ്ദേഹമായിരിക്കും വീണ്ടും സത്യവിശ്വാസത്തെ ഇവിടെ സ്ഥാപിക്കുക. മുസ്ലിം ഉമ്മത്തിനെ ഒരു കൈയിൽ ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് ലോകം മുഴുവനും ഇസ്ലാമിക പ്രചാരണങ്ങൾ നടത്തി ഹസ്രത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൊടിക്കീഴിൽ ആളുകളെ ഒരുമിപ്പിക്കുന്ന ആളായിരിക്കും അദ്ദേഹം. ഇവിടെയാണ് അഹ്മദിയ ജമാഅത്തിന്റെ പ്രസക്തി. നമുക്കറിയാം, ഖിലാഫത്തിന്റെ പരമ്പര സയ്യിദുന ഹസ്രത്ത് അബൂബക്കർ റളിയല്ലാഹു തആല അൻഹുവിൽ ആരംഭിക്കുകയുണ്ടായി. അതിനുശേഷം ഖുലഫാഉർ റാഷിദീങ്ങളുടെ കാലഘട്ടം കണ്ടു. പിന്നീട് നബി തിരുമേനി പറഞ്ഞതുപോലെ തന്നെ ഖിലാഫത്തിന് വ്യതിയാനങ്ങൾ സംഭവിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണത്. ഖിലാഫത്തിന് വ്യതിയാനങ്ങൾ സംഭവിച്ചു. സ്വേച്ഛാധിപത്യങ്ങളായ ഭരണാധികാരികൾ ഖിലാഫത്ത് സ്ഥാനത്ത് വരും. ബലാത്കാരപൂർവം ധിക്കാരപൂർവം ഭരണം നടത്തുന്ന ഖലീഫമാരുണ്ടാവും. ബുഖാരിയിലും മറ്റും ഹദീസുകളുണ്ട്. അങ്ങനെ ആ ഖിലാഫത്ത് നിലനിന്ന് വന്നിട്ട് 974 വരെ തുർക്കി ഖിലാഫത്ത് എന്ന പേരിലെങ്കിലും ഒരു ഖിലാഫത്ത് ഇവിടെ നിലനിന്നിരുന്നു. ആ ഖിലാഫത്തും മുസ്ലിങ്ങൾ ഇല്ലാതാക്കി. ഇസ്ലാമിന്റെ ആദ്യകാല ചരിത്രം നമ്മൾ പഠിക്കുമ്പോൾ ഖുലഫാഉർ റാഷിദീങ്ങളുടെ 30 വർഷക്കാലത്തെ ആ ഭരണം, ആ ഇസ്ലാമിക പ്രചാരണത്തിന്റെ ഫലമായി, ആ ഖിലാഫത്തിന്റെ അനുഗ്രഹമായി ലോകത്തെ ഭൂരിപക്ഷ പ്രദേശങ്ങളിലും ഭൂരിപക്ഷ നാടുകളിലും ഇസ്ലാം സ്ഥാപിക്കപ്പെട്ടു എന്ന് മാത്രമല്ല, ഇസ്ലാമിക ഭരണങ്ങൾ പോലും അവിടെ ഉണ്ടായി എന്ന് കാണാൻ കഴിയും. അത് ഖിലാഫത്തിന്റെ അനുഗ്രഹമാണ്.
അള്ളാഹു വിശുദ്ധ ഖുർആനിൽ മോമിനീങ്ങളോട് വാഗ്ദാനം ചെയ്തിട്ടുള്ളതാണത്. ആ ഖിലാഫത്തിന് വ്യതിയാനം സംഭവിച്ചതോടെ മുസ്ലിങ്ങൾക്ക് പിന്നെ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെയും ഖുലഫാഉർ റാഷിദീങ്ങളുടെയും കാലഘട്ടത്തിലുള്ള മുസ്ലിങ്ങളെ പോലെ ജീവിക്കാനോ ഒരു നേതാവിന്റെ കീഴിൽ ഏത് രീതിയിൽ അവര് അനുസരണം പുലർത്തിക്കൊണ്ട് ഇസ്ലാമിക പ്രചാരണങ്ങൾ നടത്തിയിരുന്നുവോ അതോ ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല. പിന്നെ 1000 വർഷമാണ് ഫൈജെ ആഴ്വജിന്റെ കാലഘട്ടം ഈ ഉമ്മത്തിന് മേലുണ്ടായിട്ടുള്ളത്. അവിടെ നമ്മൾ മനസ്സിലാക്കണം, 1000 വർഷമാണ് കളവിന്റെ കാലഘട്ടം. ഈ കാലഘട്ടങ്ങളിൽ എന്തെന്തെല്ലാം കള്ളക്കഥകളാണ് ഇസ്ലാമിന്റെ പേരിൽ കെട്ടിച്ചമച്ചിട്ടുള്ളത് നമുക്ക് കാണാം. അങ്ങനെ വിവിധ തരക്കാര്, വിവിധ കക്ഷിക്കാര് മുസ്ലിങ്ങളിൽ ഉണ്ടാവുകയും അവരെല്ലാവരും തങ്ങളുടേതായ നിലയിൽ തങ്ങളാണ് യഥാർത്ഥ ഇസ്ലാമിക വിശ്വാസികൾ എന്ന് മറ്റുള്ളവരെ ധരിപ്പിക്കുന്നതിന് വേണ്ടി ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരുന്നു. പക്ഷെ മുസ്ലിങ്ങൾക്ക് ഏകോപിച്ച രീതിയിൽ മുന്നോട്ട് പോകാനോ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാനോ കഴിഞ്ഞില്ല. അതിൻ്റെ ഫലമെന്തായി എന്ന് ഇസ്ലാം അങ്ങേയറ്റം ശോചനീയ അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നു. ഈ അടുത്ത കാലത്ത് ലോകത്ത് നടന്ന സംഭവ വികാസങ്ങൾ നിങ്ങൾക്കറിയാം. എന്തുകൊണ്ടാണ് ഇതുണ്ടായത്? ഈജിപ്തിലുണ്ടായതും ടുണീഷ്യയിലുണ്ടായതും അതുപോലെ തന്നെ മറ്റു സ്ഥലങ്ങളിലും ഇപ്പോൾ ഫലസ്തീനിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതും പാകിസ്ഥാനിലെ മുസ്ലിങ്ങളുടെ അവസ്ഥയും ഒക്കെ നമ്മൾ അന്വേഷിച്ച് നോക്ക്. പാകിസ്ഥാനിൽ നിത്യേന നമ്മളൊരു ആവറേജ് കണക്ക് നോക്കുകയാണെങ്കിൽ 10 പേര് കൊല്ലപ്പെടുന്നുണ്ട് മുസ്ലിങ്ങൾ. കൊല്ലുന്നവര് മുസ്ലിങ്ങളാണ്, കൊല്ലപ്പെടുന്നവര് മുസ്ലിങ്ങളാണ്. അതിൽ കൂടുതലും സ്ത്രീകളും കുട്ടികളുമാണ്. അവിടുത്തെ അവസ്ഥ എത്രമാത്രം പരിതാപകരമാണെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ മാസം കോയിട്ടയിൽ 128 ഷിയാക്കളെ സുന്നികൾ വെടിവെച്ചു കൊന്നു. ആ 128 ജഡങ്ങൾ സർക്കാർ ഓഫീസിന്റെ മുന്നിൽ 4 ദിവസം വെച്ചുകൊണ്ട് ധർണ നടത്തി. മുസ്ലിങ്ങളുടെ അവസ്ഥയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏതൊരു കൽപ്പനയാണോ മുസ്ലിങ്ങൾക്ക് നൽകിയത്, ഒരു മുസൽമാന്റെ രക്തം മറ്റൊരു മുസൽമാന് ഹറാമാണ് എന്ന് പഠിപ്പിച്ച ആ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അനുയായികളാണ് പരസ്പരം പോരടിച്ച് ആൾക്കാരെ കൊല്ലുന്നു. കൊന്നിട്ട് 4 ദിവസം, അതായത് ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ എത്രയും വേഗം അയാളെ കബറടക്കുക എന്നുള്ളത് ഇസ്ലാമിക നിയമമാണ്. ഇത് 4 ദിവസം രാപ്പകൽ സ്ത്രീകളും കുട്ടികളുമൊക്കെ ഈ ജഡവും വെച്ചുകൊണ്ട് സർക്കാർ ഓഫീസിന് മുമ്പിൽ ധർണ നടത്തി. എന്തിനു വേണ്ടിയെന്നറിയാവോ? ഈ ഭരണകൂടത്തെ മാറ്റി ഇവിടെ ഗവർണർ ഭരണം കൊണ്ടുവരണം. അവസാനം സർക്കാർ ഉദ്യോഗസ്ഥന്മാരവരുമായി ചർച്ച നടത്തി. അതിൻ്റെ ഫലമായിട്ട് മുഖ്യമന്ത്രിയെ മാറ്റി. മുഖ്യമന്ത്രി അന്ന് ലണ്ടനിലാണ്, ഇന്നും അയാൾ വന്നിട്ടില്ല. അവിടെ ഗവർണർ ഭരണം ഏർപ്പെടുത്തിയതിന് ശേഷമാണ് ഈ 128 മുസ്ലിങ്ങളുടെ ജഡം മറവടക്കിയത്. അത് കഴിഞ്ഞ് 1 മാസം കഴിഞ്ഞില്ല, ഈ ഫെബ്രുവരി 13-ാം തീയതി കോയിട്ടയിൽ തന്നെ 68 ഷിയാക്കളെ ബോംബ് ആക്രമണത്തിലൂടെ ഷഹീദാക്കി. അവിടെയും ഇതേ പ്രശ്നം തന്നെ. 4 ദിവസം ഈ ജഡങ്ങൾ വെച്ചുകൊണ്ട് ധർണ നടത്തി. മുസ്ലിങ്ങളുടെ അവസ്ഥ ആലോചിച്ച് നോക്കി. കാരണം അവർക്കറിയാം, ഇല്ലെങ്കിൽ സർക്കാർ ഈ ഭാഗത്തേക്ക് ശ്രദ്ധിക്കുകയില്ല എന്ന്.
നമ്മുടെ ഇവിടെയൊക്കെ എത്ര വന്നാലും വളരെ കുറവാണ് ഓരോ കാര്യങ്ങളും. പാകിസ്ഥാനിലെ അവസ്ഥ, ഈ അവിടുത്തെ ജിയോ ടെലിവിഷനും മറ്റും നമ്മൾ ഡെയിലി ന്യൂസ് കാണുകയാണെങ്കിൽ ഇതേ അവർക്ക് പറയാനുള്ളൂ. സുരക്ഷിതരല്ല. വരുന്നു, തോക്ക് ചൂണ്ടുന്നു, അകത്ത് കയറുന്നു, പെണ്ണുങ്ങളെയും കുട്ടികളെയും വെടിവെക്കുന്നു, സ്വർണങ്ങൾ എടുക്കുന്നു, ഓടിപ്പോകുന്നു. ആരും ചോദിക്കാനും പറയാനൊന്നുമില്ല. എന്നാൽ അവിടെ പണ്ഡിതന്മാർക്ക് യാതൊരു കുറവുമില്ല. മിൻഹാജുൽ ഖുർആൻ എന്ന് പറയുന്ന ഒരു സംഘടനയുടെ നേതാവായ താഹിറുൽ ഖാദിരി, അല്ലാമ താഹിറുൽ ഖാദിരി, ഈ കൊടുന്തണുപ്പത്ത്, അതായത് പഞ്ചാബിലെ കൊടുന്തണുപ്പെന്ന് പറഞ്ഞാൽ -27 ഡിഗ്രിയിലൊക്കെ പോവും, 4 ദിവസം ലക്ഷക്കണക്കിന് ആൾക്കാരെ പങ്കെടുപ്പിച്ചുകൊണ്ട് അവിടുത്തെ സെക്രട്ടേറിയറ്റ് മുമ്പിൽ ധർണ നടത്തി. ലക്ഷക്കണക്കിന് ആൾക്കാരെ പങ്കെടുത്തു. 40 ലക്ഷം ആളുകൾ പങ്കെടുത്തു എന്നാണ് അത് അവകാശപ്പെടുന്നത്. എന്തായാലും 40 ലക്ഷം ഇല്ലെങ്കിൽ തന്നെയും ഒരു 3 കിലോമീറ്ററോളം ഞാൻ TV-യിൽ കണ്ടതാണ്. ആളുകൾ ഇങ്ങനെ കൂടിയിരിക്കുന്നു. ചെറിയ കുട്ടികള്, സ്ത്രീകള്, അതുപോലെ പുരുഷന്മാര്, ചെറുപ്പക്കാര്. ഗവൺമെന്റിനെതിരെ, പാകിസ്ഥാനിലെ ഗവൺമെന്റിനെതിരിൽ, അവിടുത്തെ നേതാക്കന്മാർക്കെതിരിൽ ഈ താഹിറുൽ ഖാദിരി പറഞ്ഞ ഓരോ വാക്കും ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ദജ്ജാൽ, വഞ്ചകൻ, സാധുക്കളുടെ ചോര കുടിക്കുന്നവര്, ഭരണകൂടത്തെ കുറിച്ച് പറഞ്ഞതാ. 4-ാമത്തെ ദിവസം അവിടെ സുപ്രീം കോടതിയുടെ ഒരു വിധി ഉണ്ടായി. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. പ്രധാനമന്ത്രി പ്രവേശ് അഷ്റഫിനെ അറസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കോടതി ഉത്തരവിട്ടു. പിന്നീട് അറസ്റ്റ് ചെയ്തില്ല, അത് വേറെ കാര്യം. ആ അറസ്റ്റ് വിവരം ഈ താഹിറുൽ ഖാദിരിയുടെ സ്റ്റേജിലെത്തുന്നു. അദ്ദേഹം വളരെ സന്തോഷത്തോടു കൂടി കുലുങ്ങി ചിരിച്ച് ഭയങ്കര ആവേശത്തോടു കൂടി തങ്ങളുടെ അനുയായികളെ ആവേശം കൊള്ളിപ്പിച്ചുകൊണ്ട് പറയുകയാണ്, 24 മണിക്കൂറിനുള്ളിൽ നമ്മൾ എന്തെന്ന് ആഗ്രഹിക്കും നടപ്പിലാവും. അതിന്റെ മുന്നോടി എന്ന നിലയിൽ ഇപ്പോൾ പ്രവേശ് അഷ്റഫിനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി സുപ്രീം കോടതി തീരുമാനിച്ചിരിക്കുകയാണ്, വിധി പുറപ്പെടുവിച്ചിരിക്കുകയാണ്. അതിനേക്കാളൊക്കെ ശോചനീയമായ അവസ്ഥ മറ്റൊന്നുണ്ട്. പിറ്റേ ദിവസം നോക്കുമ്പോൾ ഈ താഹിറുൽ ഖാദിരി ഒരു ബസ്സിന്റെ ഉള്ളില്, ഒരു കണ്ടെയ്നറിന്റെ ഉള്ളിലായിരുന്നു ഉണ്ടായിരുന്നത്. അയാളും ഫാമിലിയും അതിനുള്ളിലാണ്. പാവപ്പെട്ട ജനങ്ങൾ ഇങ്ങനെ തെരുവിലിരിക്കുകയാണ്. ആ കണ്ടെയ്നറിനുള്ളില് പ്രധാനമന്ത്രിയുടെയും പ്രസിഡന്റിന്റെയും പ്രതിനിധികൾ പങ്കെടുത്തുകൊണ്ടുള്ള ചർച്ച. ആ ചർച്ചയിൽ ഇയാൾ എന്തൊക്കെ ഗവൺമെന്റ് പറഞ്ഞിട്ടുണ്ടോ അതൊക്കെ കേട്ടിട്ട് നാണം കെട്ടു വന്നിട്ടാണ് പിന്നെയും ഇയാൾ പറയുന്ന അംഗീകരിച്ച്. ഇപ്പൊ താഹിറുൽ ഖാദിരിയുടെ സെക്രട്ടേറിയറ്റിലാണ് ഗവൺമെന്റ് പ്രതിനിധികൾ പോയിട്ട് ചർച്ചകൾ നടത്തുന്നത്. നോക്കണം, പാകിസ്ഥാൻ ഭരണാധികാരികളുടെ അവസ്ഥ നിങ്ങൾക്കറിയാം. മിക്ക നേതാക്കന്മാർക്കും ഇരട്ട പൗരത്വമാണ്. പാകിസ്ഥാൻ പൗരത്വവും ലണ്ടൻ പൗരത്വം അല്ലെങ്കിൽ കാനഡ പൗരത്വം. അതെന്തിനു വേണ്ടിയെന്നറിയാവോ? കാരണം അഴിമതിയിൽ കുളിച്ചു നിൽക്കുന്ന ഒരു നേതാക്കളുടെ സംഘമാണ് അവിടെയുള്ളത്. ഏത് സമയവും അവർ അറസ്റ്റ് ചെയ്യപ്പെടാം. അതുകൊണ്ട് അവർ ഏത് സമയവും ഫ്ലൈറ്റ് തയ്യാറാക്കി നിർത്തിയിരിക്കുകയാണ്. പട്ടാളം ഏത് സമയവും അധികാരം പിടിച്ചെടുത്താൽ പോക്കാം. ഞാനിത് പറഞ്ഞു വരുന്നത്, ഒരു ഇസ്ലാമിക രാഷ്ട്രം എന്ന പേരിൽ ഇന്ന് ലോകത്ത് നിലകൊള്ളുന്ന പാകിസ്ഥാനെ സംബന്ധിച്ചിട്ടാണ്. അവരുടെ അവസ്ഥയിൽ ഒരു സമാധാനവുമില്ല. അവർക്കൊന്നൊരു പ്രശ്നമേ ഇല്ല. ചാവേർ ആക്രമണമായിക്കൊള്ളട്ടെ, മുസ്ലിങ്ങൾ മരിച്ചോട്ടെ, പ്രശ്നമല്ല. എന്നിട്ടും മുസ്ലിങ്ങൾക്ക് ഒന്നും സംഭവിച്ചിട്ടില്ല എന്നാണ് മുസ്ലിം നേതാക്കന്മാർ പറയുന്നത്. എത്രയോ അല്ലാമമാരെയാണ് വെടിവെച്ചു കൊല്ലുന്നത്. അതുപോലെ ലോകത്തുള്ള 57 മുസ്ലിം രാഷ്ട്രങ്ങളുടെയും ചരിത്രം നമ്മൾ പഠിക്കുമ്പോൾ മുസ്ലിങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു നേതാവിനെയും നമുക്ക് കാണാൻ കഴിയുന്നില്ല. നേതാവില്ല. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്. നമ്മളിപ്പോൾ ഏഴോത്ത് കുറെ മുസ്ലിങ്ങളുണ്ട്, പഴയങ്ങാടിൽ കുറെ മുസ്ലിങ്ങളുണ്ട്,
കണ്ണൂർ കുറെ മുസ്ലിങ്ങളുണ്ട്, അടുത്ത പ്രദേശങ്ങളിലൊക്കെ മുസ്ലിങ്ങളുണ്ട്. ഈ എല്ലാ മുസ്ലിങ്ങളെയും ഒന്നിപ്പിക്കാൻ ഇവിടെ ഏതെങ്കിലും ഒരു നേതാവിന് കഴിയുമോ? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സുന്നത്ത് എന്ന് പറയുന്നത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിക്കണ്ട, കൈകൊണ്ട് ഇങ്ങനെ ആംഗ്യം കാണിച്ചാൽ മതി, മുസ്ലിങ്ങൾ ഓടിയെത്തുമായിരുന്നു. നബി തിരുമേനി പറയുന്നതിന് അപ്പുറത്ത് അവർ നിൽക്കുമായിരുന്നില്ല. ആ ഇസ്ലാമാണ് നമ്മളവിടെ കണ്ടത്. അവരുടെ ഇത്താഅത്ത് എന്തായിരുന്നു? അനുസരണം എന്തായിരുന്നു? മസ്ജിദ് നബവിയിൽ വെച്ച് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇരിക്കുന്നതിന് വേണ്ടി കൽപ്പിച്ചു. പലരും നിൽക്കുകയായിരുന്നു. അപ്പൊ ഇന്നത്തെ പോലെ ലൗഡ് സ്പീക്കർ ഒന്നും ഇല്ലല്ലോ. അപ്പോൾ അടുത്തടുത്ത ആൾക്കാർ നിൽപ്പുണ്ടാവും, അവർ വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കും, ഇരിക്കുന്നു. റസൂലുള്ളാഹിന്റെ ശബ്ദത്തെ അവരനുകരിച്ചുകൊണ്ട് ഇരിക്കുന്നു, എവിടം വരും അവിടം വരും. അങ്ങനെ അവസാനത്തെ ആളുടെ ശബ്ദം കുറെ അകലെയുള്ള നടന്നു വരുന്ന ഒരു സഹാബി കേട്ടു. അദ്ദേഹം അവിടെ ഇരുന്നു. അപ്പൊ പിന്നാലെ ഈ ശബ്ദം കേൾക്കാതെ വന്ന ഒരു സഹാബി ചോദിച്ചു, എന്താ നിങ്ങൾക്ക് പറ്റിയത്? നിങ്ങളെന്താ ഇവിടെ ഞരങ്ങി ഇങ്ങനെ പോകുന്നത്, ഇരുന്നിരുന്ന് ഇഴഞ്ഞഴിഞ്ഞു പോകുന്നത് എന്താണ്? അപ്പൊ അദ്ദേഹം പറഞ്ഞ വാക്ക്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇരിക്കാൻ കൽപ്പിച്ചു, ഞാൻ അവിടെ ഇരുന്നു. അപ്പൊ ആ സഹാബി പറഞ്ഞു, നിങ്ങളോടല്ല, സദസ്സിലുള്ളവരോടാണ് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അത് പറഞ്ഞിട്ടില്ല, സദസ്സിലുള്ളവർ ഇരിക്കുക എന്ന് പറഞ്ഞിട്ടില്ല. അവരുടെ ഇത്താഅത്ത്, അനുസരണം എന്തായിരുന്നു? ഈ അനുസരണമാണ് ഇസ്ലാമിന്റെ അടിസ്ഥാന ശില. ഇത്താഅത്ത്, ഈ ഇത്താഅത്താണ് ഇന്ന് മുസ്ലിങ്ങളിൽ ഇല്ലാതായിരിക്കുന്നത്. ഈ ഇത്താഅത്ത്, ഈ അനുസരണം സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടാണ് വീണ്ടും മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലഘട്ടത്തിലെ അതേ രീതിയിലുള്ള ഇത്താഅത്ത്, അനുസരണം ഈ കാലഘട്ടങ്ങളിലെ മുസ്ലിങ്ങളിലും നടപ്പിൽ വരുത്തി യഥാർത്ഥ ഇസ്ലാം ഇവിടെ രൂപീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഹസ്രത്ത് മഹദി മസീൻ അല്ലാഹു തആല ഇക്കാലത്ത് അയച്ചത്. മിർസ ഗുലാം അഹ്മദുൽ ഖാദിയാനി അലൈഹിസ്സലാം പുതിയതായിരിക്കുന്ന ഒരു വാദവും ഉന്നയിച്ചിട്ടില്ല. അഹമ്മദികളെ സംബന്ധിച്ച് അടുത്തറിയുന്നവർക്കറിയാം. അതേ നുബുവത്ത് വാദം പുറപ്പെടുവിച്ചു, ഈസാ നബി മരിച്ചുപോയി എന്ന് പറഞ്ഞു എന്നൊക്കെ, അതൊക്കെ വേറെ ശാഖാപരമായ വിശ്വാസമാണ്. അതൊക്കെ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹം സ്ഥാപിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, മിർസ ഗുലാം അഹ്മദുൽ ഖാദിയാനി അലൈഹിസ്സലാമിനെ അള്ളാഹു മുഹമ്മദി മസീഹായി അയച്ചുകൊണ്ട് ഒരു പറ്റം ആളുകളെ ഇവിടെ സൃഷ്ടിച്ചു. ആ ജനത നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സുന്നത്തിനെ മുറുകെ പിടിക്കുന്നവരാണ്. അതിനൊരു ഉദാഹരണം ഞങ്ങൾ കേൾപ്പിച്ച എങ്ങനെയായിരുന്നു ഈ താജ്? 2 വർഷം മുമ്പ് പാകിസ്ഥാനിലെ ലാഹോറിൽ 2 പള്ളികളിലായി ജുമാ ദിവസം 84 അഹമ്മദികളെ ഷഹീദാക്കി. അവിടെ ഒന്നും ഒറ്റയും ഇങ്ങനെ ഇവര് അഹമ്മദികളെ വധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനിടയിലാണ് 84 ആളുകളെ ഒറ്റ അടിക്ക് ഷഹീദാക്കിയത്. ഈ സംഭവത്തിന് ശേഷം അഹമ്മദിയ പ്രസ് സെക്രട്ടറി മിർസ ഗുലാം അഹമ്മദ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹത്തെ കാണുന്നതിന് വേണ്ടി പത്രപ്രതിനിധികൾ വന്നു. പത്രസമ്മേളനം നടന്നു. പോസ്റ്റ്മോർട്ടം നടന്നുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിലാണ് നടക്കുന്നത്. അദ്ദേഹത്തോട് ആദ്യമായി ചോദിച്ചത് പത്രപ്രതിനിധികൾ, എന്താണ് നിങ്ങളുടെ പ്രതികരണം എന്നാണ്. എന്താണ് നിങ്ങളുടെ പ്രതികരണം? അദ്ദേഹം പറഞ്ഞു, ഞങ്ങളുടെ പ്രതികരണം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച പ്രതികരണമാണ്. ഞങ്ങളുടെ പ്രതികരണം വിശുദ്ധ ഖുർആൻ ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ള പ്രതികരണമാണ്. വിശുദ്ധ ഖുർആൻ ഒന്നാമതായി പറഞ്ഞു, ഇത്തരം സംഭവങ്ങൾ ഉണ്ടായാൽ ആദ്യം നിങ്ങൾ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറയുക. അത് ഞാൻ പറയും. ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞു, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ.
രണ്ടാമത് വിശുദ്ധ ഖുർആൻ ഞങ്ങളെ പഠിപ്പിച്ചിട്ടുള്ള പ്രതികരണം ഇസ്തഈനൂ ബിസ്സബ്രി വസ്സലാത്ത്, ക്ഷമയോടും നമസ്കാരത്തോടും കൂടി അള്ളാഹുവിനോട് സഹായം തേടുക എന്നുള്ളതാണ്. അത് അഹമ്മദികൾ തേടിക്കൊണ്ടിരിക്കുന്നു. ഇതല്ലാതെ മൂന്നാമതൊരു പ്രതികരണം ഞങ്ങൾക്കില്ല. ഇതാണ് ഞങ്ങളുടെ പ്രതികരണം. ഞങ്ങൾ ഒരു ഗവൺമെന്റിനോടും ഒരു സഹായവും ആവശ്യപ്പെടുന്നില്ല. ഞങ്ങളുടെ സഹായം അള്ളാഹുവിനോടാണ്. ഇതാണ് തൗഹീദ്. മാന്യരായ മുജാഹിദ് സഹോദരന്മാർ മനസ്സിലാക്കേണ്ട കാര്യമാണിത്. ഇതാണ് തൗഹീദ്. അഹമ്മദിയ ജമാഅത്തിൽ നിലകൊള്ളുന്ന തൗഹീദ് ഇതാണ്. ഈ 84 ആളുകളെ കൊന്നിട്ടിട്ടും പാകിസ്ഥാനിലെ ഏതെങ്കിലും ഒരു മുക്കിൽ ഒരു പ്രതിഷേധ റാലി നടന്നതായിട്ട് നിങ്ങൾക്ക് കാണിക്കാൻ സാധ്യമല്ല. ഇതിനെതിരെ മറ്റു രീതിയിൽ പ്രതികരിച്ചതായിട്ട് കാണിക്കാൻ സാധ്യമല്ല. ഞാൻ പറഞ്ഞു വന്നത്, ഇമാം മഹദി അലൈഹിസ്സലാം മുഖേന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം കാഴ്ചവെച്ച ആ ഇതാഅത്തിന്റെ മാതൃക ഇവിടെ സ്ഥാപിതമായിരിക്കുന്നു. അതുകൊണ്ടാണ് ഞങ്ങളും ആ രീതിയിൽ പ്രതികരിച്ചത്. പാകിസ്ഥാനിൽ 1.5 കോടിയോളം അഹമ്മദികളാണ്. 15 കോടിയാണ് അവിടുത്തെ ജനസംഖ്യ. 15 കോടിയും 1.5 കോടിയും തമ്മിൽ താരതമ്യം ചെയ്തു കഴിഞ്ഞാൽ ബദറിലെ മോമിനീങ്ങളുടെയും സത്യനിഷേധികളുടെയും എണ്ണവും തമ്മിൽ താരതമ്യം ചെയ്താൽ അധികമൊന്നുമില്ല. പറഞ്ഞതിന്റെ ചുരുക്കം, ചെയ്യാൻ കഴിയാത്തത് കൊണ്ടല്ല, പക്ഷേ ഞങ്ങളും അങ്ങനെ ചെയ്യുകയാണെങ്കിൽ പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന് വേണ്ടി വാദിക്കാൻ ഇവിടെ ആരുണ്ട്? യഥാർത്ഥ ഇസ്ലാമിന്റെ സന്ദേശം പ്രചരിപ്പിക്കുന്നു എന്ന് പറയുന്ന വിഭാഗം ആ അധ്യാപനങ്ങളിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ടൊരു തീരുമാനമെടുത്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ പിന്നെ ഞങ്ങളും നിങ്ങളെ പോലെ തന്നെയായി. ഒരിക്കലും അഹമ്മദികളിൽ നിന്നുണ്ടാവില്ല. ഇന്തോനേഷ്യയിൽ 4 അഹമ്മദികളെ നടു റോഡിലിട്ട് തല്ലിക്കൊന്നു. അന്നും അഹമ്മദികൾ പ്രതികരിച്ചത് ഈ രീതിയിൽ തന്നെയായിരുന്നു. ഇന്നും പ്രതികരിക്കുന്ന അങ്ങനെ തന്നെ. അപ്പൊ എക്കാലത്തും അല്ലാഹു സുബ്ഹാനഹു തആല തന്റെ പ്രിയപ്പെട്ട മതമായ, താൻ ഇഷ്ടപ്പെട്ട മതമായ ഇസ്ലാമിനെ ഇവിടെ നിലനിർത്തുന്നതിന് വേണ്ടി ഒരു സംഘക്കാരെ നിശ്ചയിച്ചിരുന്നതായി കാണാം. ഇക്കാലഘട്ടത്തിൽ അത് ഇമാം മഹദി അലൈഹിസ്സലാമിന്റെ സംഘമാണ്. നിങ്ങൾ നോക്ക്, ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ സിദ്ധാന്തങ്ങളിൽ ഒന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുള്ളത് കള്ളപ്രവാചകൻ ഒരിക്കലും വിജയിക്കുകയില്ല എന്നുള്ളതാണ്. അതുപോലെ ബൈബിളും പറയുന്നു കള്ളപ്രവാചകൻ കൊല്ലപ്പെടും. മറ്റ് ദൈവഗ്രന്ഥങ്ങൾ പരിശോധിക്കുമ്പോൾ അതിലും കാണാം ദൈവത്തിന്റെ നാമത്തിൽ ദൈവം പറയാത്തത് പറഞ്ഞു എന്ന് പറയുന്നവനെ ജീവനാഡിയെ ദൈവം അറുത്തുകളയും. ചുരുക്കം പറഞ്ഞാൽ എല്ലാ മതഗ്രന്ഥങ്ങളുടെയും അടിസ്ഥാന വിശ്വാസമാണ് ദൈവത്തിന്റെ പേരിൽ കറ്റുകെട്ടി പറയുകയോ കെട്ടിച്ചമച്ചു പറയുകയോ കളവ് പറയുകയോ ചെയ്തു കഴിഞ്ഞാൽ ആ പറയുന്നയാളെ അള്ളാഹു നശിപ്പിക്കുമെന്നുള്ളത്. അവസാനമായിട്ട് ഒരു കള്ളപ്രവാചകൻ രംഗത്ത് വന്നു. റാഷിദ് ഖലീഫ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹമാണ് ഖുർആനിലെ 19 എന്ന് പറയുന്ന എണ്ണസംഖ്യ. അത് വിശുദ്ധ ഖുർആനിലെ ഓരോ വാക്കുകൾക്കും ഗുണിതമാണ്, ഓരോ അക്ഷരങ്ങൾക്കും ഗുണിതമാണ് എന്നുള്ള രീതിയിൽ കണ്ടുപിടിച്ചത്. അത് അദ്ദേഹം പ്രചരിപ്പിക്കുകയും ചെയ്തു. അതിന്റെ അന്ത്യത്തിലാണ് അദ്ദേഹം മെസഞ്ചർ ഓഫ് ദി ഗോഡ് എന്ന് വാദിച്ചത്. ഞാൻ ദൈവത്തിന്റെ പ്രവാചകനാണ്. താമസിച്ചില്ല, 1996 അദ്ദേഹം വധിക്കപ്പെട്ടു. ഇത് വിശുദ്ധ ഖുർആന്റെ സത്യസാക്ഷ്യത്തിനുള്ള തെളിവാണ്. മിർസ ഗുലാം അഹ്മദ് അൽ ഖാദിയാനി അലൈഹിസ്സലാം താൻ മഹദിയാണ്, മസീഹാണ് എന്ന് വാദിച്ച കാലഘട്ടത്തില് വലിയ വലിയ പണ്ഡിതന്മാരുണ്ടായിരുന്നു. ആ വലിയ വലിയ പണ്ഡിതന്മാര് അദ്ദേഹത്തെ അംഗീകരിച്ചിരുന്നു. അദ്ദേഹത്തെ പോലെ ഇസ്ലാമിന് വേണ്ടി
ദേഹം കൊണ്ടും സമ്പത്ത് കൊണ്ടും അതുപോലെ തന്നെ എഴുത്തുകൊണ്ടും സേവനം ചെയ്യുന്ന ഒരാൾ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് കാലശേഷം ഇതുവരെ ഉണ്ടായിട്ടില്ല എന്ന് പോലും പണ്ഡിതന്മാർ പറഞ്ഞു. ചില പണ്ഡിതന്മാർ പറഞ്ഞത് അദ്ദേഹത്തിന്റെ ജീവിത പരിശുദ്ധി കണ്ട് ജനങ്ങൾ അദ്ദേഹത്തെ ഒരു വലിയുള്ള അള്ളാന്റെ വലിയാണ് എന്ന് മനസ്സിലാക്കിയ ഘട്ടത്തിലാണ് അദ്ദേഹം വാദിച്ചതെന്നുള്ളതാണ്. അദ്ദേഹത്തിന്റെ ജീവിത പരിശുദ്ധിയെ സംബന്ധിച്ച് അവർക്ക് അഭിപ്രായ വ്യത്യാസമില്ലായിരുന്നു. എല്ലാവരും ഏകാഭിപ്രായക്കാരായിരുന്നു. ജീവിത പരിശുദ്ധിയുള്ള വ്യക്തിയാണ്. അങ്ങനെയുള്ള വ്യക്തിയെ അല്ലാഹു സുബ്ഹാനഹു വ തആല 1891 ഈസാ അലൈഹിസ്സലാം മരിച്ചുപോയി, ആ സ്ഥാനത്ത് നിന്നെ ഞാൻ നിയമിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അത് അദ്ദേഹം പ്രഖ്യാപിച്ചു. പിന്നെ ഈ പുകഴ്ത്തി പറഞ്ഞ പണ്ഡിതന്മാരെല്ലാവരും അദ്ദേഹത്തെ എതിർത്തു. ലോകത്ത് ആ ചരിത്രം, ലോക ചരിത്രം പഠിക്കുമ്പോൾ ആദ്യം മുതൽ ഏതെല്ലാം ചരിത്രങ്ങൾ നമ്മുടെ മുമ്പിൽ വരുന്നുണ്ടോ ഇവിടെ നമുക്ക് കാണാൻ കഴിയും. എല്ലാ പ്രവാചകന്മാരോടും അങ്ങനെ ചെയ്തത്. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെറുപ്പം മുതൽ മക്കയിൽ വളർന്നു വന്നു. എല്ലാ ദൃഷ്ടികളും അങ്ങോട്ടായിരുന്നു. വലിയൊരു പ്രവാചകൻ ആ ചെറു കുഞ്ഞിൽ കണ്ടിരുന്നു. ചരിത്രങ്ങൾ ഒരുപാട് നമ്മുടെ മുമ്പിലുണ്ട്. ആ കുട്ടിയുടെ ജീവിത ശൈലി കണ്ടിട്ട് അവർ അത്ഭുതപ്പെട്ടു പോയിരുന്നു. അതുകൊണ്ട് അവരെ ഓമനിച്ച് വിളിച്ചിരുന്നത് അൽ അമീൻ എന്നാണ്. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി എന്നാണ് പേരെങ്കിൽ തന്നെയും അവർ ഓമനിച്ച് വിളിച്ചത് അമീൻ എന്നാണ്. കാരണം വിശ്വസ്തൻ, 100% വിശ്വസിക്കുക, ഒരു പ്രശ്നവും വേണ്ട. അതുപോലെ തന്നെ അവർ വിളിച്ചത് സിദ്ദീഖ് എന്നാണ്, സത്യസന്ധൻ. വളരെ ചെറുപ്പത്തിൽ തന്നെ പലരും നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുക്കൽ കൊണ്ടുവന്ന് സ്വർണ്ണ നാണയങ്ങളും മറ്റും സൂക്ഷിക്കാൻ ഏൽപ്പിക്കുമായിരുന്നു. അതുകൊണ്ടാണല്ലോ പ്രവാചകത്വത്തിന് ശേഷവും നബി തിരുമേനി അങ്ങനെ തന്നെ അവർ കണ്ടത്. ഹിജ്റ വേളയിൽ അലി റളിയല്ലാഹു അൻഹുവിനോട് ഒരു ലിസ്റ്റ് കൊടുത്തിട്ട് പറഞ്ഞു, ഇന്ന ആളുടെ സാധനങ്ങളാണ് ഇതൊക്കെ അവർക്ക് തിരിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞിട്ടാണ് മദീനയിലേക്ക് പോയത്. ആ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് അള്ളാഹു പറഞ്ഞു, ഒരു സുപ്രഭാതത്തിൽ നീ പ്രഖ്യാപിക്കുക ജനങ്ങളോട്, നിന്നെ ഞാൻ എഴുന്നേൽപ്പിച്ചിരിക്കുന്നു ജനങ്ങൾക്ക് വേണ്ടി. അങ്ങനെ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം സഫാ മലയുടെ മുകളിൽ കയറി നിന്നുകൊണ്ട് യാ സബാഹ എന്ന് വിളിച്ചപ്പോഴത്തേക്ക് ബന്ധുക്കൾ ഉൾപ്പെടെ എല്ലാവരും ഒരുമിച്ച് കൂടി. എന്തോ ഒരു പ്രത്യേകമായ സന്ദേശം എത്തിക്കാനുണ്ട്. അതാണ് ആ സബാഹ എന്നതിന്റെ അർത്ഥം. ആ കുന്നിന്റെ മുകളിൽ നിന്ന് ആരെങ്കിലും അങ്ങനെ വിളിച്ചാൽ എന്തോ ഒരു പ്രധാനപ്പെട്ട കാര്യം തങ്ങളെ അറിയിക്കാനാണ് വിളിക്കുന്നവർ മനസ്സിലാക്കും. അങ്ങനെ നബി തിരുമേനിയുടെ വാക്കുകൾ കേൾക്കുന്നതിന് വേണ്ടി അവർ വന്നു. ആദ്യമേ തന്നെ നബി കയറിയിട്ട് പറഞ്ഞില്ല, ഞാൻ നബിയാണ്, എന്നെ നിങ്ങൾ വിശ്വസിക്കണോ. എത്ര ഹിക്മത്തായിട്ടാണ് ഓരോ കാര്യങ്ങളും മുന്നോട്ട് പോയെന്ന് നോക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലയോ ജനങ്ങളെ, ഈ കുന്നിന്റെ അപ്പുറത്ത് നിങ്ങളെ ആക്രമിക്കുന്നതിന് വേണ്ടി, നിങ്ങളെ ദ്രോഹിക്കുന്നതിന് വേണ്ടി സായുധരായ ഒരു സൈന്യം നിൽപ്പുണ്ട് എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഒന്നടങ്കം ഒറ്റ ശബ്ദത്തിൽ ഞങ്ങൾ വിശ്വസിക്കും. കാരണം മുഹമ്മദിൽ ഞങ്ങൾ ഇതുവരെ കളവ് കണ്ടിട്ടില്ല. പിന്നെ ഇത് വിശ്വസിക്കാതിരിക്കാൻ എന്താണ് കാരണം? തീർച്ചയായും ഞങ്ങൾ വിശ്വസിക്കുന്നു വരുന്നു. അതിന് പിതൃവ്യനായ അബ്ദുൽ ഉസ്സ, അബൂലഹബും ഒക്കെ ഉണ്ട്. അപ്പോഴാണ് പറഞ്ഞത് രണ്ടാമത്, എന്നാൽ നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കുക, ഏകനായ അള്ളാഹുവിനെ ആരാധിക്കുക, ഇതിനെയൊക്കെ നിങ്ങൾ വർജിക്കുക, ഈ ബിംബങ്ങളൊക്കെ നിങ്ങൾ വർജിക്കുക. അള്ളാഹുവിന്റെ ശിക്ഷ നിങ്ങൾക്കുണ്ടാകുന്നതിനെ ഞാൻ ഭയപ്പെടുന്നു. ഇത് കേട്ടപാടെ അൽ അമീൻ എന്ന് പറഞ്ഞ നാവുകൾ, അസിദ്ദീഖ് എന്ന് പറഞ്ഞ നാവുകൾ ഉടനെ തന്നെ റെക്കോർഡ് തിരിച്ചിട്ടു. നീ കള്ളനാണ്, നീ പെരുങ്കള്ളനാണ്. സ്വന്തം ഉപ്പാട് അനിയനെ കയറിയിട്ട് അബ്ദുൽ അബൂല പറയാം, നീ നശിക്കട്ടെ. ശാപവാക്കുകളുടെ കൂമ്പാരങ്ങൾ അവിടെ ഉണ്ടായി. പിന്നീട് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം
അലി റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, കുറച്ച് സദ്യ ഒരുക്കുക, കുറച്ച് ആടിന്റെ സൂപ്പൊക്കെ ഉണ്ടാക്കുക, കുറച്ച് റൊട്ടി ഉണ്ടാക്കുക, എന്നിട്ട് നമ്മുടെ ബന്ധുക്കളെയൊക്കെ വിളിക്കുക, നമുക്ക് അവരെ തബ്ലീഗ് ചെയ്യാം, അവർക്ക് ഇസ്ലാമിന്റെ സന്ദേശം എത്തിക്കുക. അലി റളിയല്ലാഹു തആല അൻഹു വേണ്ടതുപോലൊക്കെ ചെയ്തു. അതിലും ഈ അബൂലഹബുണ്ട്, മറ്റു ബന്ധുക്കാരുമുണ്ട്. നബി തിരുമേനിയുടെ വീട്ടുമുറ്റത്തെല്ലാം സംഘടിപ്പിച്ചു. നല്ലവണ്ണം ഭക്ഷണം എല്ലാവരും വിളമ്പി. റസൂൽ സല്ലല്ലാഹു അലൈഹി അള്ളാന്റെ നാമത്തിൽ തിന്നുക എന്ന് പറഞ്ഞു. അങ്ങനെ തിന്നു, കുടിച്ചു, എല്ലാം കഴിഞ്ഞു. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം എഴുന്നേറ്റു ഒന്ന് രണ്ട് കാര്യം പറയാൻ വേണ്ടി. ഉടനെ തന്നെ അബൂലഹബ് പറഞ്ഞതാ, ഇവൻ സാഹിറാണ്, ഇവൻ മാജിക്കുകാരനാണ്, നിങ്ങളുടെ ഈമാനെ തെറ്റിക്കാൻ വന്നവനാണ്. ഇത് കേട്ടപാടെ എല്ലാവരും എഴുന്നേറ്റ് പോയി. ഒരു മനുഷ്യനും കേൾക്കാനില്ല. പിന്നെ അത് പോട്ടെ. അതിനുശേഷം നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അലി, കാര്യം എങ്ങനെയൊക്കെയാണെന്ന് നമുക്ക് വിടാൻ പറ്റൂല. അള്ളാഹ് ഏൽപ്പിച്ചിരിക്കുന്ന ജോലിയാണ്. ജിബ്രീൽ എൻ്റെ അടുത്ത് പറഞ്ഞിരിക്കുന്നത്, ഞാൻ ഈ ഡ്യൂട്ടി നിർവഹിച്ചില്ല എങ്കിൽ അള്ളാഹിന്റെ ശിക്ഷ എനിക്ക് കിട്ടുമെന്ന്. അതുകൊണ്ട് വീണ്ടും പരിപാടി വെക്കാൻ പറഞ്ഞു. അങ്ങനെ വീണ്ടും 10-40 ആൾക്കാർക്ക് ഭക്ഷണങ്ങൾ ശരിയാക്കി, എല്ലാം തയ്യാറാക്കി, എല്ലാവരെയും വിളിച്ചു. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം എഴുന്നേറ്റ് സംസാരിക്കാൻ തുടങ്ങിയതുകൂടെ എല്ലാവരും പോയി. അവസാനം അലി ബാക്കിയായി. അലി പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലെ, ഞാൻ വിശ്വസിക്കുന്നു, ഒരു കുട്ടിയാ, ആരും വിശ്വസിക്കാനില്ല, അതുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ ഇന്ന് ഈ 1400-500 വർഷങ്ങൾക്ക് പിമ്പറം നിന്നുകൊണ്ട് നമ്മൾ നോക്കുമ്പോ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പുതിയ തലമുറ കാണുന്നത്, ആ നബി തിരുമേനി ഇങ്ങനെ വന്നിട്ട് പറഞ്ഞു, ഞാൻ അള്ളാഹിന്റെ നബിയാണ്. ഉടനെ മക്കക്കാരും ഖുറൈശികളും എല്ലാവരും ഓടി പൂമാല അവിടെ നിന്ന് മേടിച്ച് ഇവിടെ മേടിച്ച് കൊണ്ടുവന്ന് റസൂലുള്ളാഹിന്റെ കഴുത്തിലിട്ട്, വരും എന്ന് പറയും, വീട്ടിനുള്ളിൽ കൊണ്ടുപോയി ഇരുത്തി, ചോറും കറിയും ഒക്കെ കൊടുത്തു, പറയും കേട്ടെ. അങ്ങനെ വന്നു മുസ്ലിങ്ങൾ ഇങ്ങനെ ഉണ്ടായെന്ന. അങ്ങനെയൊന്നും അല്ല ഇസ്ലാം ഉണ്ടായത്. ഇത് സഹാബിമാരുടെ ചോരയിൽ കിളിർന്നതാണ്. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദന്തം, പല്ലുകൾ ഷഹീദായ ചരിത്രം ഉണ്ടായിട്ടുണ്ട്. നബി തിരുമേനി വധിക്കപ്പെട്ടു എന്ന കിംവദന്തി ഉണ്ടായിട്ടുണ്ട്. അത്ര രൂക്ഷമായ എതിർപ്പുകളിൽ നിന്ന് മുളച്ചു പൊന്തിയതാണ് ഇസ്ലാം. അത് ഇന്നത്തെ ചെറുപ്പക്കാർ മനസ്സിലാക്കണം. അല്ലാതെ നിങ്ങളുടെ ഫാഷനിലുള്ള ഇസ്ലാം അല്ല. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ആദ്യത്തെ അവസ്ഥ, മക്കയിലെ തെരുവിലൂടെ ഇങ്ങനെ പോകുമ്പോഴത്തേക്ക് ഒരു കുടുംബത്തെ, യാസറിന്റെ കുടുംബത്തെ കെട്ടിയിട്ടുകൊണ്ട് അബൂജഹൽ ആക്രമിക്കുകയാണ്. സുമയ്യയുടെ രഹസ്യ സ്ഥാനത്ത് കുന്തം കൊണ്ട് കുത്തി അവരെ ഷഹീദാക്കി. അതുപോലെ തന്നെ യാസറിന്റെ മകൻ കെട്ടിയിട്ടിരിക്കുകയായിരുന്നു. ഈമാനിൽ കുറച്ച് ബലഹീനത വന്നു. ഈ രണ്ടുപേരും മരിച്ചു, ഉമ്മയും ബാപ്പയും. അള്ളാന്റെ റസൂലിന്റെ അടുക്കലെത്തി വന്നു. അള്ളാന്റെ റസൂലെ, ഞാൻ ഇങ്ങനെ പറഞ്ഞുപോയി. കാരണം സ്വന്തം ഉമ്മയെയും ഉപ്പയെയും മർദ്ദിച്ചു കൊന്നിരിക്കുന്ന ഇവന്മാര് തന്നെയും കൊല്ലുമെന്ന് അദ്ദേഹത്തിന് അറിയാം. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ആ വിശ്വാസം അദ്ദേഹം അല്പം മറച്ചു വെച്ചുപോയി. കരഞ്ഞുകൊണ്ട് ഓടിയെത്തി. റസൂലുള്ളാഹി പറഞ്ഞു, നീ പേടിക്കണ്ട, നീ സമാധാനത്തിലിരിക്കുക. ആ രംഗത്തൂടെ നടന്നു പോകുമ്പോൾ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ കയറി അബൂജഹലിനെ തടഞ്ഞില്ല. ദൂരെ നിന്നുകൊണ്ട് പറഞ്ഞു, യാസറിന്റെ കുടുംബമേ, അല്ലാഹു തആല നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്ക് സ്വർഗ്ഗം ഒരുക്കി വെച്ചിരിക്കുന്നു പരലോകത്ത് എന്ന് പറഞ്ഞിട്ട് നബി തിരുമേനി നടന്നു പോവുക ചെയ്തേ. നിങ്ങൾ ആലോചിച്ചു നോക്കിക്കേ, എന്തെല്ലാം ത്യാഗങ്ങൾ സഹിച്ചുകൊണ്ടാണ് സ്വഹാബി വര്യന്മാര് ഇസ്ലാമിക പ്രചാരണങ്ങൾ നടത്തിയത്. എന്നിട്ട് നമ്മൾ ഇസ്ലാം ഇതാണ് ഇസ്ലാം എന്നും പറഞ്ഞ് ഇങ്ങനെ നടക്കുക. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകത്വവാദത്തിന് ശേഷം 23 വർഷം ഇവിടെ ജീവിച്ചിരുന്നു. ഒരു നല്ല ഭക്ഷണം കഴിച്ചിട്ടില്ല. നമ്മുടെ നാട്ടിൽ പറഞ്ഞാൽ ഒരു കോഴി ബിരിയാണി കഴിച്ചിട്ടില്ല, ഒരു ആട് ബിരിയാണി കഴിച്ചിട്ടില്ല, ഒരു പായസം കഴിച്ചിട്ടില്ല. എന്തിന് നല്ല നേർത്ത മയമുള്ള ആട്ട കൊണ്ടുണ്ടാക്കിയ ഒരു ചപ്പാത്തി പോലും കഴിച്ചിട്ടില്ല എന്ന ചരിത്രം നമ്മളോട് മുമ്പിൽ പറയുന്നു. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായതിനു ശേഷം ഹസ്രത്ത് ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹയുടെ വീട്ടില് കുറച്ച് മാവ് കൊണ്ടുവന്നു. അത് നല്ലവണ്ണം മൃദുലമായിരുന്നു, നൈസായിരുന്നു. അത് വെച്ചുകൊണ്ട് ആയിഷ കരയുകയാണ്. ചോദിച്ചു, എന്തിനാ ആയിഷ റളിയല്ലാഹു അൻഹ കരയുന്നത്? പറഞ്ഞു, നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതകാലത്ത് ഇതുപോലുള്ള മാവ് കൊണ്ട് ഒരു റൊട്ടി ഉണ്ടാക്കി കൊടുക്കാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു, പക്ഷെ കഴിഞ്ഞിട്ടില്ല.
നമ്മളിന്ന് വലിയ വലിയ സോപാനങ്ങളിൽ ഇരുന്നു കൊണ്ട് ഇസ്ലാം മത സേവനം ചെയ്യുകയാണ്. ജനങ്ങളുടെ ഇടയിലേക്ക് നമ്മൾ നടക്കുന്നില്ല, ജനങ്ങളുടെ പ്രശ്നങ്ങൾ പഠിക്കുന്നില്ല, പാവപ്പെട്ടവന് വേണ്ടി ഒരു ചുക്കും ചെയ്യുന്നില്ല. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പാവപ്പെട്ടവന്റെ ഹൃദയത്തിന്റെ അടുക്കൽ അല്ലാഹുവിനെ തിരയുക, സ്വർഗം അവിടെയുണ്ട് എന്ന്. നീ എത്ര യതീംഖാനകളുണ്ട്. ആ യതീംഖാനകളിൽ നിന്ന് വരുന്ന വാർത്തകൾ ഞെട്ടിക്കുന്നതല്ലേ? പെൺകുട്ടികൾ പീഡിപ്പിക്കപ്പെടുന്നു, ആൺകുട്ടികൾ പീഡിപ്പിക്കപ്പെടുന്നു. അവിടുത്തെ സെക്രട്ടറിമാരുടെയും മറ്റുള്ളവരുടെയും ഒക്കെ കഥകൾ നിത്യേന പത്രങ്ങളിൽ നമ്മൾ വായിക്കുന്നു. ഇസ്ലാമിക സേവനത്തിന്റെ പേരിലാണ് ഇതെല്ലാം. ഇതാണോ ഇസ്ലാമിക സേവനം? ഞാൻ വിമർശിക്കുകയല്ല. മുജാഹിദ് പ്രസ്ഥാനം ഇസ്ലാമിന് വേണ്ടി കുറെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. ശിർക്കിനെ ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടി ഒരു പരിധി വരെ അവർ പ്രവർത്തിച്ചിട്ടുണ്ട്, അതൊക്കെ ഞാൻ അംഗീകരിക്കുന്നു. പക്ഷെ ഇന്ന് ആ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ അവസ്ഥ ഇവിടെ എത്തി. കാരണം അത് മനുഷ്യനിർമ്മിതമാണ്. മനുഷ്യനിർമ്മിതമായിട്ടുള്ളതിൽ അങ്ങനെയുള്ള പോരായ്മകളുണ്ടാവും. എന്നാൽ അള്ളാഹു നിർമ്മിച്ചിട്ടുള്ളതാണെങ്കിൽ ആ പോരായ്മകളിൽ നിന്ന് അത് മുക്തമായിരിക്കും. പോരായ്മകൾ ഉണ്ടാവുകയില്ല. ഞാൻ പറഞ്ഞു വന്നത്, നിശ്ചയമായും ഞാനും എന്റെ റസൂൽമാരും വിജയിക്കുക തന്നെ ചെയ്യുമെന്ന് അള്ളാഹു വിധി എഴുതിയിരിക്കുന്നു എന്ന് ഖുർആൻ പറഞ്ഞു. മിർസാ ഗുലാം അഹ്മദുൽ ഖാദിയാനി അലൈഹിസ്സലാം തന്റെ ഓരോ വാദങ്ങളും മുന്നോട്ട് വെക്കുമ്പോൾ പറഞ്ഞിരിക്കുന്ന യാഥാർത്ഥ്യമുണ്ട്. ഏതൊരുവന്റെ കയ്യിലാണോ എന്റെ ജീവൻ ഇരിക്കുന്നത് അവനാണ് സത്യം, ആ അല്ലാഹുവാണ് സത്യം. നിരവധി സ്ഥലങ്ങളിൽ കാണാം. ഏതുപോലെ ആദമിന്റെ കാലത്ത് അള്ളാഹു ഉണ്ടായിരുന്നു, അതേപോലെ തന്നെയാണ് റസൂലുള്ളാഹിന്റെ കാലത്ത് ഉണ്ടായത്. അതേ അള്ളാഹു തന്നെയാണ് മിർസാ സാഹിബിന്റെ കാലത്തും ഉണ്ടായിട്ടുള്ളത്. അതേ അള്ളാഹു തന്നെയാണ് ഇന്നും ഉള്ളത്. സംസാരിക്കുന്നവനായിട്ടുള്ള അള്ളാഹ്, എല്ലാം കാണുന്നവനായിട്ടുള്ള അള്ളാഹ്, ഒരു ഇല പോലും കൊഴിയുന്നില്ല അവൻ അറിയാതെ. അങ്ങനെയുള്ള അവന്റെ പേരിൽ ഒരാൾ പറയുകയാണ് എന്നെ അവൻ അയച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മളാണെങ്കിൽ സഹിക്കുമോ? എന്റെ പേരിൽ ഒരുത്തൻ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു നടന്നിട്ട് ഞാൻ അറിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അവനെ വിടുവോ? കള്ളം പറഞ്ഞാൽ ഇസ്മായിൽ ഇന്ന പോലെ പറഞ്ഞു എന്ന് വേറൊരാളോട് പറയുക, അവരെ കഴുത്ത് ഞാൻ അറക്കൂലേ? എന്നിട്ട് എല്ലാത്തിൻ്റെയും നാഥനായ പ്രപഞ്ചനാഥനായ അള്ളാഹു ഇതെല്ലാം കണ്ടിട്ട് മിർസാ സാഹിബിനെ ഇങ്ങനെ പറഞ്ഞു വിടുക. അക്കാലത്തുള്ള പണ്ഡിതന്മാരെ മുഴുവനും എതിർത്തു. അദ്ദേഹം പറഞ്ഞു, ഞാൻ മരിക്കൂല, എന്നെ കൊല്ലാൻ നിങ്ങൾക്ക് സാധ്യമല്ല, എന്നെ കൊല്ലാൻ നിങ്ങൾക്ക് സാധ്യമല്ല, ഞാൻ അള്ളാഹുവിന്റെ പക്കൽ നിന്ന് വന്നവനാണ്. അതിഭയങ്കരമായ പ്ലേഗ് ഉണ്ടായി. ആ സന്ദർഭത്തിൽ അദ്ദേഹം പറഞ്ഞു, എന്റെ വീട്ടിലൊരു എലി പോലും ചാവൂല. ചോദിക്കേ, നമ്മുടെ ചുറ്റുപാടും കോളറ പരന്ന് പിടിച്ചാല് സാധാരണ ഉണ്ടാകുന്നുള്ള കോളറ ഉടനെ പെടുന്ന ആശുപത്രിയിൽ നിന്ന് നോട്ടീസുകൾ വരും, ഗവൺമെന്റ് തലത്തിലുള്ള ഇഞ്ചക്ഷനുള്ള ഏർപ്പാടുകൾ ചെയ്യും, പ്രതിരോധ എല്ലാം നടക്കൂലേ? ഒരു കോളറ, ആ കോളറ 4 ഭാഗത്തും പരന്നിങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ആർക്കാ പറയാൻ കഴിയുക എന്നെ കോളറ ബാധിക്കൂല? പഞ്ചാബിലെ 65 ലക്ഷം ആളുകളാണ് ഈ പ്ലേഗ് മുഖേന മരിച്ചത്. പ്ലേഗ് മരണം വ്യാപിച്ചിരിക്കുന്ന ആ ഘട്ടത്തിലാണ് മിർസാ സാഹിബ് പറഞ്ഞത്, എന്റെ അടയാളമാണിത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ബാഗ്ദത്ത മസീഹിന്റെ കാലത്ത് പ്ലേഗ് മരണം, അതായത് ദാബത്തുൽ അർള്, ആ ദാബത്തുൽ അർള് ഇതാണ്, അതുകൊണ്ട് ഞാനിതിൽ മരിക്കൂല. കാദിയാന് അടുത്ത് മുദ് എന്ന് പറയുന്ന സ്ഥലത്താണ് പഞ്ചാബിൽ ആദ്യമായി പ്രതിരോധ കുത്തിവയ്പ്പ് നടത്തിയത്. 19 പേരായിരുന്നു ആദ്യം പ്രതിരോധ കുത്തിവയ്പ്പ് നടത്തിയത്. അന്ന് പ്ലേഗ് അങ്ങനെ വ്യാപകമായിട്ടില്ല. ഈ 19 പേര് മരിച്ചു വീണു. 19 പേര് മരിച്ചു വീണപ്പോൾ മിർസാ സാഹിബ് പറയാണ്, അവരെന്റെ അടുത്ത് വരുമായിരുന്നെങ്കിൽ രക്ഷപ്പെടുമായിരുന്നു. പ്രതിരോധ മരുന്ന് സർക്കാർ കൊടുത്തത് ശരി തന്നെയാണ്, അതേ അതിന് മരുന്നുള്ളൂ. പക്ഷെ ഈ പ്രതിരോധം ഫലിച്ചു കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ അടയാളം ശരിയാവൂല, അതുകൊണ്ടാണ് മരിച്ചത്. എന്തായാലും ഒരു എതിരാളിയും പറയാറില്ല മിർസാ സാഹിബ് നഊദുബില്ല പ്ലേഗ് ബാധിച്ചാ മരിച്ചത്. ഞാൻ പറഞ്ഞു വന്നത്, അങ്ങനെ 4 പാടും ആളുകൾ എതിർത്തു ആ പ്രസ്ഥാനത്തെ തകർക്കുന്നതിന് വേണ്ടി. കേരളത്തിൽ പ്രത്യേകമായി ഒരു സംഘടന തന്നെ ഉണ്ടാക്കി, അഞ്ചുമനി ഇശാഅത്തെ ഇസ്ലാം. എല്ലാ മുസ്ലിങ്ങളും അതിന് പിന്തുണ നൽകി. ഇന്ന് ഇവിടെ ആ സംഘടന മുബാര വരെ നടത്തി.
ഭൂലോകത്തുണ്ടോ അഞ്ചുമണി ഷാത്തെ ഇസ്ലാം കൊടിയത്തൂർ? എവിടെ പോയി? അങ്ങനെ എല്ലാവരെയും അള്ളാഹു താല പരാജയപ്പെടുത്തിയത് മാത്രമല്ല, ഇന്ന് അഹമ്മദിയ മുസ്ലിം ജമാഅത്ത് 202 രാഷ്ട്രങ്ങളിൽ പ്രവർത്തിച്ചു വരുന്നു. ശാന്തിയോടും സമാധാനത്തോടും കൂടി, ആവേശത്തോടെ അല്ല. ഒരു മീറ്റിംഗ് നടത്തി കഴിഞ്ഞു, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നടത്തി, അങ്ങനെയല്ല. മെല്ലെ മെല്ലെ ഇസ്ലാമിക അധ്യാപനങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ശാന്തമായിട്ട് മുന്നോട്ട് പോവുകയാണ്. ഇന്ന് പാശ്ചാത്യൻ ചക്രവാളങ്ങളിൽ ഇസ്ലാം എന്ന് കേട്ട് കഴിഞ്ഞാൽ അഹമ്മദിയ മുസ്ലിം ജമാഅത്ത് പ്രതിനിധാനം ചെയ്യുന്ന ഇസ്ലാമാണ് ജനങ്ങൾ മനസ്സിലാക്കുന്നത്, ക്രൈസ്തവർ മനസ്സിലാക്കുന്നത്. അമേരിക്കയിലാണെങ്കിലും ലണ്ടനിലാണെങ്കിലും യൂറോപ്യൻ രാഷ്ട്രങ്ങളിൽ എവിടെയൊക്കെ ആണെങ്കിലും ശരി, എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാരും മുസ്ലിങ്ങളെ യഥാർത്ഥ മുസ്ലിങ്ങളായിട്ട് മനസ്സിലാക്കുന്ന അഹമ്മദി മുസ്ലിങ്ങളെയാണ്. യൂറോപ്യൻ യൂണിയനുകളിലും അതുപോലെ ലണ്ടനിലെ പാർലമെന്റുകളിലുമൊക്കെ അഹമ്മദിയ ഖലീഫയെ വിളിച്ചിട്ട് ഇസ്ലാമിന്റെ സന്ദേശം തങ്ങൾക്ക് കേൾപ്പിക്കാൻ വേണ്ടിയിട്ട് അവർ പറയുന്നു. ഇസ്ലാമിന്റെ ഖലീഫ അവിടെ പോകുന്നു. അദ്ദേഹം അവിടെ ചെയ്യുന്ന പ്രസംഗങ്ങൾ ഞങ്ങൾ മലയാളത്തിലും തർജ്ജമ ചെയ്ത് ഓരോ സ്ഥലത്തും എത്തിക്കുന്നു. ലോകവ്യാപകമായിട്ട് ഇന്ന് ഇസ്ലാമിന്റെ പേര് നിലനിർത്തുന്നത് അഹമ്മദികളാണ്. മറ്റുള്ളവര് ഇസ്ലാമിനെ അവരുടെ പ്രവർത്തനത്തിന്റെ ഫലമായി ഒന്നിനൊന്ന് വികൃതമാക്കിക്കൊണ്ടിരിക്കുകയാണ്. അഫ്ഗാനിസ്ഥാനിൽ നടക്കുന്ന ഇസ്ലാം, മലാല എന്ന് പറയുന്ന ഒരു ചെറിയ പെൺകുട്ടി, ആ ഒരൊറ്റ പെൺകുട്ടി കാരണത്താൽ, ഈ താലിബാൻ അവളെ വെടിവെച്ച കാരണത്താൽ ഇസ്ലാമിന് ലോകത്തുണ്ടായിട്ടുള്ള നാണക്കേട് എന്നെങ്കിലും നമുക്ക് മാറ്റാൻ കഴിയുമോ? എന്തിനു വേണ്ടിയാണ് ആ കുട്ടി പ്രതികരിച്ചത്? വിദ്യാഭ്യാസത്തിന് വേണ്ടി. താലിബാൻ പറഞ്ഞു പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം പാടില്ല. അതിനെതിരെ പ്രതിരോധിച്ച കാരണത്താൽ ആ കുട്ടിയുടെ തലച്ചോറിന് വെടിയേറ്റു. അവസാനം ക്രൈസ്തവരെ കൊണ്ടുപോയി ചികിത്സിച്ച് ഭേദപ്പെടുത്തി. മുസ്ലിം നാമധാരികൾ ആ കുട്ടിയെ കൊലപ്പെടുത്താൻ ശ്രമിച്ചപ്പോൾ ആ കുട്ടിയെ രക്ഷിക്കാനുണ്ടത് ക്രൈസ്തവ നാട്ടിലെ ആളുകളായിരുന്നു. അവരെല്ലാവിധ സഹായങ്ങളും ചെയ്തു കൊടുത്തു. അങ്ങനെ ഈ താലിബാൻ ഈ ഒരൊറ്റ കേസ്, ഇത് ഒരെണ്ണം ഞാൻ ഉദാഹരണത്തിന് പറഞ്ഞതേ ഉള്ളൂ, 100 കേസുകളാണ് ഇങ്ങനെ ഉള്ളത്. ഇങ്ങനെ ഇസ്ലാമിനെ നിത്യവും അധപ്പതനത്തിലേക്ക് കൊണ്ടുപോകുന്ന മുസ്ലിം നേതാക്കന്മാരുടെ ഈ നയം. ഇപ്പൊ നിങ്ങൾ നോക്ക്, ബംഗ്ലാദേശിൽ ജമാഅത്തെ ഇസ്ലാമി നേതാവിനെ വധശിക്ഷയ്ക്ക് വിധിച്ചു. കോടതിയാണ്, ഒരു നാട്ടിലെ കോടതിയാണ് ശിക്ഷയ്ക്ക് വിധിച്ചത്. വെറുതെ വിധിക്കൂലല്ലോ. ചിലപ്പോൾ നിരപരാധി ആയിരിക്കാം. ആണെങ്കിൽ തന്നെയും അതെങ്ങനെയാണ് പ്രതിരോധിക്കേണ്ടത്? ഇസ്ലാം വ്യക്തമായ നിർദ്ദേശം നൽകുന്നില്ലേ? അവരെങ്ങനെയാ പ്രതികരിച്ചത്? കടകൾ കത്തിക്കുന്നു, ഓഫീസുകൾ കല്ലെറിയുന്നു, വണ്ടികൾ തീവെക്കുന്നു. പേപ്പറുകൾ നിങ്ങൾ വായിക്കില്ലേ? ഇതാ പ്രതികരണം ഇസ്ലാമിന്റെ പേരിൽ. അയാൾക്ക് വീണ്ടും പോകാം. തനിക്ക് വധശിക്ഷ വിധിച്ചിട്ടുണ്ടെങ്കിൽ പ്രസിഡന്റിന്റെ പക്കൽ പോയിട്ട് പറയാം, ഞാൻ നിരപരാധിയാണ്, എന്നെ ശിക്ഷിക്കരുത്. എല്ലാം ഇസ്ലാമിന്റെ പേരിലാണ്. ജമാഅത്തെ ഇസ്ലാമിയെ പോലുള്ള ആളുകള് അവരുടെ സ്ഥാപകരായിട്ടുള്ളവരുടെ അധ്യാപനങ്ങളിൽ നിന്നാണ് ഇതെല്ലാം പഠിച്ചത്. അത് മുഴുവനും ഇന്ന് ഇസ്ലാമിന് പാരയായി മാറിയിരിക്കുന്നു, ഇസ്ലാമിന് നാണക്കേടുണ്ടാക്കുന്നതായി മാറിയിരിക്കുന്നു. എന്നിട്ടും മുസ്ലിങ്ങളുടെ കണ്ണു തുറക്കുന്നില്ല. എന്നിട്ടും മുസ്ലിങ്ങൾ ഇപ്പോഴും സുരക്ഷിതരാണെന്നാണ് അവർ കരുതുന്നത്. എവിടെയാണുള്ളത്? എന്നാൽ ഈ അന്തരീക്ഷത്തിൽ ഹദ്റത്ത് ഇമാം മഹ്ദി അലൈഹി ഇസ്ലാമിന്റെ ജമാഅത്ത് ഇതൊക്കെ സവിസ്തരം പ്രതിപാദിച്ചുകൊണ്ട് ഇപ്പൊ ഖലീഫ മിനിഞ്ഞാന്നോദിയ ഖുത്ബയിൽ പോലും പറഞ്ഞു, നിങ്ങൾ ഇസ്ലാമിന് ചീത്തപ്പേരുണ്ടാക്കരുത്, സമാധാനത്തോട് പ്രവർത്തിക്കുക. ബംഗ്ലാദേശിലെ പ്രശ്നവും പറഞ്ഞു, വധശിക്ഷയ്ക്ക് വിധിച്ചതും അവിടെയുള്ള പ്രതികരണവും. അങ്ങനെ ലോകത്തെമ്പാടും ഏതെല്ലാം രാഷ്ട്രങ്ങളിൽ എന്തെല്ലാം കാര്യങ്ങൾ നടക്കുന്നുണ്ടോ ആ ഓരോ സംഭവങ്ങളും ഓരോ വെള്ളിയാഴ്ച തോറുമുള്ള ഖുത്ബകളിൽ അഹമ്മദികൾ അറിയുന്നു. എന്തുകൊണ്ട്? മിർസ ഗുലാം അഹമ്മദ് ഖാദിയാനി അലൈഹി ഇസ്ലാമിനെ വിശ്വസിച്ച കാരണത്താൽ, നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ
പൂർണ്ണ പ്രതിബിംബമായ അല്ലെങ്കിൽ ദാസനായ മിർസ ഗുലാം മുഹമ്മദ് ഖാദിയാനി അലൈഹിസ്സലാം വിശ്വസിച്ച കാരണത്താൽ, ഇമാം മഹദിയെ വിശ്വസിച്ച കാരണത്താൽ ഈ അനുഗ്രഹം ഉണ്ടായിരിക്കും. ഇതല്ലേ യഥാർത്ഥ ഇസ്ലാം? നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്ക്. ഇന്ന് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിപ്പുണ്ടെന്നൊന്ന് കരുതുക. നമ്മളുടെ ഏഴോത്തുള്ള മുസ്ലിങ്ങളുണ്ട്, പഴയങ്ങാടി മുസ്ലിങ്ങൾ, എല്ലാ മുസ്ലിങ്ങളും ഉണ്ട്. ഈ മുസ്ലിങ്ങളുടെ എല്ലാവരുടെയും ശ്രദ്ധ എങ്ങോട്ടായിരിക്കും? നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമിലായിരിക്കും. ലോകത്ത് വിവിധ പള്ളികളിലെ ഖുത്ബകളൊക്കെ നടക്കുന്നുണ്ടാവും, അത് വേറെ കാര്യം, ഇമാമിയങ്ങളും ഉണ്ടാവും. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് പറയുന്നു, അതാണ് അന്തിമ തീരുമാനം. അതിലായിരിക്കും നമ്മുടെ ശ്രദ്ധ. അങ്ങനെ ഒരു നേതൃത്വം ഇന്ന് ലോകത്തുണ്ടോ? നബി തിരുമേനിക്ക് ശേഷം ഖിലാഫത്ത് വന്നു, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഇന്ന് ലോകത്തെ മുഴുവനും പ്രതിദാനം ചെയ്യേണ്ട അബൂബക്കറിനെ പോലെ അല്ല, അബൂബക്കർ തന്നെ ഉണ്ടെന്ന് സങ്കല്പിക്കുക. എവിടേക്കായിരിക്കും നമ്മൾ ശ്രദ്ധിക്കുക? അബൂബക്കറിലേക്ക്. അബൂബക്കർ എന്തു പറയുന്നു, അതാണ് അന്തിമ തീരുമാനം, അതാണ് നമ്മൾ നടക്കേണ്ടത്. അല്ലാതെ മറ്റ് ഇമാമിങ്ങൾ പറയുന്നതല്ല, പള്ളി ഇമാമുകൾ പറയുന്നതല്ല. നമ്മുടെ ഇമാം അതാണ് മാതൃകയാക്കേണ്ട ഇമാം. അതുപോലെ ഹദ്റത്ത് ഉമർ, ഉസ്മാൻ, അലി റളിയല്ലാഹു അൻഹും അവരിന്ന് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഇവിടെ ഇരിക്കുന്ന ഓരോ മുസ്ലിമും ഒരു വിരോധവും കൂടാതെ അവരനുസരിക്കുമായിരുന്നില്ലേ? ഇതാണ് ഇന്ന് അഹമ്മദിയ ജമാഅത്തിൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത്. ഞാൻ പറയുന്നു, ആ റസൂലുള്ളാഹിന്റെ സ്ഥാനത്ത്, അബൂബക്കറിന്റെ സ്ഥാനത്ത്, ആ ഖുലഫാഉർ റാഷിദീങ്ങളുടെ കാലത്ത് ഇന്ന് ഇമാം മഹദി അലൈഹി ഇസ്ലാമിന് ശേഷം വന്ന അദ്ദേഹത്തിന്റെ ഖലീഫ നിലവിലുണ്ട്, മിർസ മസ്റൂർ അഹമ്മദ്. അദ്ദേഹമാണ് ഇന്ന് ആധികാരികമായ നിലയിൽ ഇസ്ലാമിനെ മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഓരോ അഹമ്മദികളും ലോകത്ത് എവിടെയൊക്കെ ഉണ്ടോ അവര് ഓരോ വെള്ളിയാഴ്ചയും, ഇവിടുത്തെ ഇന്ത്യൻ ടൈം വൈകുന്നേരം 6:30 മണിയാണ്, 6:30 മണിക്ക് ഞങ്ങൾ TV തുറന്നു വെക്കുന്നു MTA മുഖേന കാണുന്നതിന് വേണ്ടി. എന്താണ് ഖലീഫ പറയുന്നത്? ആ ഖലീഫയുടെ പ്രഭാഷണം ഉറുദുവിലാണെങ്കിൽ തത്സമയം അതിനോടൊപ്പം തന്നെ മലയാളവും നമുക്ക് കേൾക്കാം. അതുകൊണ്ട് മലയാളികൾക്കും എളുപ്പമായി. 1 മണിക്കൂർ കഴിഞ്ഞ് നിങ്ങൾ ചെന്ന് ചോദിക്കൂ, ഇന്ന് നിങ്ങളുടെ ഖലീഫ എന്താ പറഞ്ഞത് എന്ന് ചോദിച്ചാൽ ഒരു അഹമ്മദി പറഞ്ഞു തരും, ഇന്ന് ഞങ്ങളുടെ ഖലീഫ ഇന്നതാണ് ഞങ്ങളോട് പറഞ്ഞത്. എന്നാൽ ഇന്ന് ലോകത്തുള്ള മുസ്ലിങ്ങൾ ഏത് സംഘടന എടുത്തു നോക്കിക്കോ, അവരോട് ചോദിച്ചു നോക്ക്, വേറെ വെള്ളിയാഴ്ച വൈകുന്നേരം എന്താ നിങ്ങളുടെ ഇമാമ് പറഞ്ഞത്? എന്താ ഇമാമ് പറഞ്ഞത്? സുന്നികൾക്കെതിരെ ചീത്ത പറയുക, അല്ലെങ്കിൽ മുജാഹിദിനെതിരെ ചീത്ത പറയുക, അല്ലെങ്കിൽ അവൻ ഇങ്ങനെയാണെന്ന് പറയുക, അങ്ങനെയാണെന്ന് പറയുക, കുറ്റം പറയുക, ഇതല്ലാതെ മറ്റുള്ളതുണ്ടോ? അപ്പൊ ഒരു നേതൃത്വമില്ലാത്തതിന്റെ എല്ലാ കെടുതികളും ഇന്ന് മുസ്ലിം ഉമ്മത്ത് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ നേതാക്കന്മാർക്കൊന്നും ഇസ്ലാമിനെ വിജയിപ്പിക്കാൻ കഴിയില്ല. ആരെങ്കിലും മദീനയിലേക്കുള്ള പാത എന്ന് പറഞ്ഞിട്ട് വർഷം തോറും ബീച്ചില് കോഴിക്കോട് ബീച്ച് ഓഡിറ്റോറിയത്തിൽ പോയിട്ട് പ്രസംഗിച്ചാൽ ഇസ്ലാം വിജയിക്കൂല. അതൊക്കെ ഇഷ്ടം പോലെ പ്രസംഗിക്കാതെ പോകുന്നില്ല, ഞാനും പ്രസംഗിക്കുന്നുണ്ടല്ലോ. പക്ഷെ കർമ്മപരമായ രീതിയിലേക്ക് വരുമ്പോഴത്തേക്കാണ് ഇസ്ലാമായി മാറുക. എത്രയോ പ്രഗത്ഭ പണ്ഡിതന്മാരുണ്ട്, എത്രയോ കാസറ്റുകളുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും ചീത്ത പറയുന്ന കാസറ്റുകൾ നമ്മുടെ കുട്ടികളല്ലേ കേൾക്കുന്നത്? അസഭ്യങ്ങൾ കൊണ്ട് നിറഞ്ഞ പ്രഭാഷണങ്ങൾ TV തുറന്നു കഴിഞ്ഞാൽ അതാണ് കേൾക്കുന്നത്. ഇതൊക്കെ ഇസ്ലാമിന്റെ പേരില. ഇസ്ലാം നമ്മളെ പഠിപ്പിച്ചത് സഹിഷ്ണുതയാണ്. എതിരാളിയാണെങ്കിലും അവൻ പറയുന്നത് എന്താണെന്ന് ക്ഷമയോടുകൂടി കേൾക്കുക, അതാണ് ഇസ്ലാം. അതാണ് ഇന്നില്ലാത്തതും. ഒരാളെന്തെങ്കിലും ഒന്ന് പ്രസംഗിച്ചു കഴിഞ്ഞാൽ പിറ്റേ ദിവസം മൈക്കും കെട്ടി അവനെതിരിലാണ് ഇവര് തുടങ്ങുന്നത്. എല്ലാവരും ഇസ്ലാമിന് വേണ്ടി, അതിനെ മറ്റുള്ളവരുടെ മുമ്പിൽ നന്നായിട്ട് കാണിക്കുന്നതിന് വേണ്ടി, അതിന്റെ പ്രചാരണം എത്തിക്കുന്നതിന് വേണ്ടി ശ്രമിക്കുകയാണ് വേണ്ടത്. പരസ്പരം ചെളിവാരി എറിയുക, പരസ്പരം ചീത്ത പറയുക, അതുകൊണ്ട് ഇസ്ലാമിന് ഒരു നേട്ടം ഉണ്ടാകാനില്ല. ഇസ്ലാം ബലഹീനമാവുകയുള്ളൂ. സത്യം പറഞ്ഞാല് എനിക്ക് പലപ്പോഴും അനുഭവപ്പെട്ടിട്ടുണ്ട്, ചില ഹിന്ദു സഹോദരന്മാരുടെ ഇടയിലും ചില ക്രൈസ്തവ സഹോദരന്മാരുടെ ഇടയിലും ഒക്കെ ചില പെട്ടുപോകും. അവര് പറയുന്ന ഓരോ കാര്യങ്ങൾ നമ്മൾ ഇരുന്ന് കേൾക്കുമ്പോൾ വീർത്തു പോകും. മുസ്ലിങ്ങളെ കുറിച്ചിട്ടാണ് പറയുന്നത്. എന്നാൽ നോക്ക്, മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു തആല അൻഹു ഈ കേരളക്കരയിൽ വന്നു. അദ്ദേഹത്തിനോടൊപ്പം മറ്റു സഹായിമാരും ഉണ്ടായിരുന്നു. ചില മഹാത്മാക്കളുടെ ഖബറുകളുടെ പഴയങ്ങാടിയിലുണ്ട്, നിങ്ങൾക്കറിയാം. അവരിവിടെ വന്നപ്പോ
ഇവിടുത്തെ ഈ സാമൂതിരിമാരും ഇവിടുത്തെ മറ്റു സമുദായക്കാരും എന്തുകൊണ്ട് അവരെ സ്വീകരിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? ഇന്നത്തെ ഈ മുസ്ലിങ്ങളുടെ പ്രവർത്തനം അന്നുള്ളവർ കണ്ടിരുന്നുവെങ്കിൽ ഈ മുസ്ലിങ്ങളെ, അറേബ്യൻ നാട്ടിൽ നിന്ന് വന്ന അറബി അറിയുന്ന ആ ആളുകളെ, ആ പുണ്യാത്മാരെ ഇവിടെ കാലുകുത്താൻ സമ്മതിക്കുമോ? പക്ഷെ അവരിവിടെ വന്നപ്പോൾ രണ്ട് കൈ നീട്ടി സ്വീകരിച്ചു. അവർക്ക് പള്ളി വെക്കാൻ സ്ഥലം നൽകി, അവർക്ക് ആഹാര സാധനങ്ങൾ നൽകി, എല്ലാ രീതിയിലും അവർ ആദരിക്കുകയും ബഹുമാനിക്കുകയും ഒക്കെ ചെയ്യും. അങ്ങനെയാണ് കേരളക്കരയിൽ മുസ്ലിങ്ങൾ ഉണ്ടായത്, ഇന്ത്യയിൽ ഉണ്ടായത്, ഓരോ ദേശത്തും. അപ്പൊ അതൊക്കെ ഇന്ന് നമ്മളെ കൊണ്ട് സാധ്യമല്ലേ? സാധ്യമാണ്. എങ്ങനെ? നമ്മൾ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ആ കാലഘട്ടത്തിലേക്ക് മടങ്ങണം. ലോകം ആധുനികവും അത്യന്താധുനികവും ഒക്കെയായി മാറി മറിഞ്ഞുകൊണ്ടിരിക്കും. ഭൗതികമായ നിലയിൽ പല കണ്ടുപിടുത്തങ്ങളും നടക്കും. പക്ഷേ ആത്മീയത അഥവാ റൂഹാനിയത്ത് എന്ന് പറയുന്നത് ആദം അലൈഹി ഇസ്ലാമിന്റെ കാലഘട്ടത്തിൽ ഉണ്ടായതുപോലെ തന്നെയായിരിക്കും ഇന്നുണ്ടാവുക. അത് അള്ളാഹുവിനെ പ്രാപിക്കലാണ്, അള്ളാഹുവുമായിട്ടുള്ള ബന്ധം സ്ഥാപിക്കലാണ്. ഏതുപോലെ ആദം നബിയും അദ്ദേഹത്തിന്റെ അനുയായികളും അള്ളാഹുവുമായി ബന്ധം സ്ഥാപിക്കുന്നതിന് ശ്രമിച്ചു, അള്ളാഹുവിനെ ഇഷ്ടപ്പെട്ടു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി സഹാബത്തും ഏത് രീതിയിൽ അള്ളാഹുവിനെ കണ്ടെത്തുന്നതിനായി ശ്രമിച്ചു, ആ രീതിയിലുള്ള ശ്രമം തന്നെ ഇന്നും വേണം. അതില്ലാതെ പോയി. ഇന്ന് വെറും എല്ലാം ചടങ്ങുകളായിട്ട് മാറി. ഈ മുസ്ലിങ്ങളുടെ ഇടയിലല്ലേ വിവാഹാഭാസം എന്ന് പറയുന്ന പുതിയ രണ്ട് പദങ്ങൾ വന്നിട്ടുള്ളത്. വിവാഹാഭാസം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹം എങ്ങനെയായിരുന്നു? എങ്ങനെയാണ് ആയിഷ റളിയല്ലാഹു അൻഹ വിവാഹം കഴിച്ചത്? എങ്ങനെയാണ് മൈമൂന റളിയല്ലാഹു അൻഹ വിവാഹം കഴിച്ചത്? എങ്ങനെയാണ് ഉമ്മു ഹബീബായ വിവാഹം കഴിച്ചത്? എങ്ങനെയാണ് മാരിയത്തുൽ കിബ്തിയ വിവാഹം കഴിച്ചത്? എങ്ങനെയാണ് സഫിയ വിവാഹം കഴിച്ചത്? ഇല്ലേ? വാദോരാതെ പ്രസംഗിക്കും, സുന്നത്തിതാണ്, സുന്നത്തിതാണ്, സുന്നത്തിതാണ്. എന്നിട്ടോ വിവാഹാഭാസം. മുസ്ലിം പണ്ഡിതന്മാർ ഒന്നിക്കുന്നു, വിവാഹാഭാസം നടക്കുന്ന വിവാഹങ്ങളിൽ ഞങ്ങൾ പങ്കെടുക്കുകയില്ല. അവർ നന്നാക്കാനുള്ളവരെ പറയുന്നത് പങ്കെടുക്കില്ല. പങ്കെടുക്കാതിരുന്നുകൊണ്ട് അവിടെ നന്നാവോ? അപ്പൊ അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല തന്റെ മതത്തിന്റെ അധ്യാപനങ്ങൾ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് തിരഞ്ഞെടുക്കപ്പെടുന്ന വ്യക്തികൾ ഇവിടെ വന്നിട്ടുണ്ട്, വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അവരെ മുജദ്ദിദീങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത്. ഇന്നല്ലാഹ യബ്അസു ലിഹാദിഹിൽ ഉമ്മത്തി അലാ റഅസി കുല്ലി മിഅത്തി സനത്തിൻ മൻ യുജദ്ദിദു ലഹദിന. എല്ലാ നൂറ്റാണ്ടിന്റെയും തലയ്ക്കൽ മുജദ്ദിദുമാർ വന്നിട്ടുണ്ട്. ഒരു മുജദ്ദിദല്ല, പല മുജദ്ദിദുമാർ വന്നിട്ടുണ്ട്. പക്ഷേ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിടത്തും ഈ മുജദ്ദിദീങ്ങൾക്ക് ബയ്യത്ത് ചെയ്യണമെന്ന് പറഞ്ഞിട്ടില്ല. അതാണ് സവിശേഷത. ഇത്ര വിശാലമായിരിക്കുന്ന ഈ പ്രപഞ്ചത്തില് ചിലപ്പോൾ കേരളത്തിൽ ഒരു മുജദ്ദിദ് ഉണ്ടാവും, ചിലപ്പോൾ ഉത്തരേന്ത്യയിൽ ഒരു മുജദ്ദിദ് ഉണ്ടാവും, ചിലപ്പോൾ ആഫ്രിക്കയിൽ ഒരു മുജദ്ദിദ് ഉണ്ടാവും. ഇവർ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ തന്നെ ഇല്ല. ഇന്നലെ ഇത്ര സംവിധാനം ഉണ്ടാകുന്ന മൊബൈൽ ഫോണും മറ്റും. അന്ന് അങ്ങനെയൊന്നും ഇല്ല. അതുകൊണ്ട് വിശ്വസിക്കുന്നവരെ വിശ്വസിക്കാന്നല്ലാതെ ബയ്യത്ത് ചെയ്യണമെന്ന് പറഞ്ഞില്ല. പക്ഷെ ഇമാം മഹദിയെ സംബന്ധിച്ച് മാത്രമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഇമാം മഹദി ആവിർഭവിച്ചു കഴിഞ്ഞാൽ മഞ്ഞുകെട്ടയുടെ മുകളിലൂടെ ഇഴഞ്ഞു പോയിട്ടെങ്കിലും അദ്ദേഹത്തിന് ബയ്യത്ത് ചെയ്യണം. ഒരൊറ്റ ആളെ വിശ്വസിക്കാൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളൂ, രണ്ടുപേരെ വിശ്വസിക്കാൻ പറഞ്ഞിട്ടില്ല. ഹദീസുകളും ഖുർആനും ഒക്കെ നിങ്ങൾ മറിച്ചു നോക്കിക്കോ, അവിടെ ഒരാളെ കാണാം. അതില് ഭൂരിപക്ഷം മുസ്ലിങ്ങളും തമ്മിൽ ചില അഭിപ്രായ വ്യത്യാസമുള്ള കാര്യങ്ങളുണ്ട്. ഇൻഷാ അല്ലാഹ് അത് പിന്നീട് വിവരിക്കുന്നതായിരിക്കും. അപ്പൊ പറഞ്ഞതിന്റെ ചുരുക്കം ഇതാണ്, ഇസ്ലാമിന്റെ തനതായിട്ടുള്ള രൂപം അതിന്നില്ലാതായിരിക്കും. ഈമാൻ തന്നെ ഇല്ലാതായി പോയി. റസൂലുള്ളാഹി പറഞ്ഞ എത്ര സ്പഷ്ടമായിട്ടാണ് പുലർന്നത്. ഞാൻ ഒരു ഉദാഹരണം പറയാം. 1990 ഓഗസ്റ്റ് മാസം 3-ാം തീയതി, ഓഗസ്റ്റ് മാസം 2-ാം തീയതി ഇറാഖ് കുവൈത്തിൽ അധിനിവേശം നടത്തി. അന്ന് വ്യാഴാഴ്ചയാണ്. വെള്ളിയാഴ്ച ഓതിയ ഖുത്ബയിൽ അഹമ്മദിയ ജമാഅത്തിന്റെ ഖലീഫ അദ്ദേഹത്തിന്റെ ദൗത്യം നിർവഹിച്ചു. 17 ഖുത്ബകളാണ് ഗൾഫ് പ്രതിസന്ധി പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് അഹമ്മദിയ ജമാഅത്തിന്റെ 4ാമത്തെ ഖലീഫ മിർസ താഹിർ അഹമ്മദ് ഓതിയത്. 17 ഖുത്ബകൾ. ആ 17 ഖുത്ബകളും
ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ വന്നിട്ടുണ്ട്, മലയാളത്തിലും അതിന്റെ ട്രാൻസ്ലേഷൻ തയ്യാറായിക്കൊണ്ടിരിക്കുന്നു. ആ 3-ാം തീയതിയിലെ ഖുത്ബയിൽ അഹമ്മദിയ ജമാഅത്തിന്റെ ഖലീഫ പറഞ്ഞു, ഖുർആനിലേക്ക് മടങ്ങുക. 2 മുസ്ലിം രാഷ്ട്രങ്ങൾ തമ്മിൽ പ്രശ്നമുണ്ടായാൽ മറ്റു മുസ്ലിം രാഷ്ട്രങ്ങൾ അവരുടെ ഇടയിൽ സന്ധി ഉണ്ടാക്കുന്നതിന് വേണ്ടി ശ്രമിക്കേണ്ടതാണ്. സൂറ ആലെ ഇമ്രാൻ ആയത്തോതി. പുറത്തു നിന്ന് നിങ്ങൾ ആരെയും വിളിക്കരുത്, നിങ്ങൾ തന്നെ പരിഹരിക്കണം. 57 മുസ്ലിം രാഷ്ട്രങ്ങൾ ലോകത്തുണ്ട്. ഇറാഖിന്റെ ശക്തിയെ ക്ഷയിപ്പിക്കുന്നതിന് വേണ്ടി നിങ്ങൾ എല്ലാവരും കൂടി ശ്രമിക്കണം. അവസാനം അഹമ്മദിയ ഖലീഫ പറഞ്ഞു, എന്റെ വാക്കുകൾ ധിക്കരിക്കുകയാണെങ്കിൽ, കാരണം അള്ളാഹുവും റസൂലും പഠിപ്പിച്ചതാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത്, ഇതിനെ ധിക്കരിക്കുകയാണെങ്കിൽ പിന്നെ ഒരിക്കലും നിങ്ങൾക്ക് തലപൊന്തിക്കാൻ കഴിയുകയില്ല. ഒരു വാണിങ്ങോട് കൂടിയാണ് ആ ഖുത്ബ നിർത്തിയത്. എന്നാൽ ഇവര് കേട്ടില്ല. ഇവരെന്ത് ചെയ്തു? മുസ്ലിം ഉച്ചകോടി വിളിച്ചു. മുസ്ലിം നേതാക്കന്മാരെല്ലാവരും സംഘടിച്ചു പരിഹാരം കാണുന്നതിന് വേണ്ടി. 57 രാഷ്ട്രങ്ങളിലെ മുസ്ലിം നേതാക്കന്മാർ, വലിയ വലിയ ഷേഖുമാർ, സമ്പന്നർ, പണ്ഡിതന്മാർ മുസ്ലിം ഉച്ചകോടി നടക്കുകയാണ്. ഖുർആൻ എന്ന് പറയുന്നു. അപ്പൊ എല്ലാവർക്കും അറിയാമല്ലോ, ഹാഫിദുമാരൊക്കെ അവിടെ ഇരിക്കുന്നത്. ഖുർആൻ ആയത്തോതി, ഇതാണ് പരിഹാര മാർഗം. 2 മുസ്ലിം രാഷ്ട്രങ്ങൾ തമ്മിലടിച്ചാൽ മറ്റു മുസ്ലിങ്ങൾ അവരുടെ രഞ്ജിപ്പുണ്ടാക്കുക. 3-മതൊരു രാഷ്ട്രം ഇതിനിടയിൽ കടന്നു വരാൻ പാടില്ല. ഇസ്ലാമിക നിയമമാണ്. വായിച്ചു. അടുത്ത ചോദ്യം ചർച്ചയ്ക്ക് വരുന്നു. അങ്ങനെ വരുമ്പോൾ ഇറാഖ് എന്ന് പറയുന്ന ശക്തമായ രാഷ്ട്രത്തിന്റെ ശക്തിയെ തകർക്കാൻ പറ്റിയ മുസ്ലിം രാഷ്ട്രം എവിടെയാണുള്ളത്? 2-മത്തെ ചർച്ച. എല്ലാവരും വായിലിട്ട് നോക്കിയിരിക്കുക. ഇറാഖിന്റെ കയ്യിൽ ഒരുപാട് സാധനങ്ങളുണ്ട് എന്നാണ് ധരിച്ചിരുന്നത്. നമ്മളൊക്കെ ധരിച്ച അങ്ങനെയല്ലേ അല്ലേ? അവസാനം ഉണ്ടായതൊന്നുമില്ല, ഒരു സ്കഡ് മെഷീനും ആശ്രാമം ഒന്നുമില്ലായിരുന്നു, വെറും വാചകേടി. അത് നമ്മൾ കണ്ടതാണ്. പക്ഷെ മുസ്ലിം രാഷ്ട്രങ്ങളുടെ എല്ലാവരുടെയും അവസ്ഥ ഏതായിരുന്നു? ഇറാഖിന്റെ കയ്യിൽ വലിയ വലിയ എന്തോ സാധനം ഉണ്ടെന്ന് ധരിച്ചിരുന്നത്. അവസാനം എന്തായി? തീരുമാനമെടുത്തു മുസ്ലിം ഉച്ചകോടി അമേരിക്കയെ വിളിക്കുക, ഖുർആൻ മാറ്റിവെക്കുക, അമേരിക്കയെ വിളിക്കുക. 1991 ഷബാബ്, മുജാഹിദ് പത്രമായ ഷബാബ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആ പത്രം ഒറിജിനൽ എന്റെ കയ്യിൽ, എന്റെ വീട്ടിലുണ്ട്. പറഞ്ഞു അമേരിക്കയെ വിളിക്കുക. ഖലീഫ പറഞ്ഞു അമേരിക്കയെ വിളിക്കരുത്. അവസാനം അമേരിക്കയെ വിളിച്ചു. മക്കയിലെ ഹറമിൽ പോലും അമേരിക്കക്കാരന്റെ കാലടികൾ പതിയുന്ന അവസ്ഥയുണ്ടായില്ലേ? അതിന്റെ ഫലം എന്തായി? ലക്ഷക്കണക്കിന് മുസ്ലിങ്ങളെ അറുകൊല ചെയ്യപ്പെട്ടു. ഖുർആൻ എന്താ പറഞ്ഞത്? യാ റബ്ബി ഇന്ന ഖൗമി ഇത്തഖദൂ ഹാദൽ ഖുർആന മഹ്ജൂറാ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, എന്റെ നാഥ, എന്റെ ജനം ഈ ഖുർആനെ പിൻപുറം തള്ളിക്കളഞ്ഞിരിക്കുന്നു. അത് പൂർത്തിയായപ്പോ 1990. അതിനിടയിൽ നിങ്ങൾ ചരിത്രം പരിശോധിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു സംഭവം കാണുകയില്ല. ലോകത്തുള്ള മുസ്ലിങ്ങൾ, റാബിത്തത്തുൽ ആലമിൽ ഇസ്ലാമിയ എന്ന് പറയുന്ന സംഘടന ഉൾപ്പെടെയുള്ള സംഘടനകൾ ഒന്നിച്ചു ചേർന്നുകൊണ്ട് വിശുദ്ധ ഖുർആന്റെ ഈ കൽപ്പനയെ ധിക്കരിച്ചു. അതിന്റെ ഫലമാണ് നമ്മൾ ഇറാഖിൽ കണ്ടത്, സദ്ദാം ഹുസൈനിലൂടെ വെളിപ്പെട്ടത്. എന്നാൽ ഈമാൻ എന്താണെന്ന് കൂടെ ഞാൻ പറഞ്ഞുതരാം. എന്താണ് ഈമാൻ? ഏത് ഈമാൻ കാർത്തിക നക്ഷത്രത്തിലേക്ക് ഉയർന്നു പോകും, സുറയ്യ നക്ഷത്രത്തിലേക്ക് ഉയർന്നു പോകും എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഒരു സംഭവം ചരിത്രത്തിൽ നിന്ന് കേൾപ്പിക്കാം. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിക്കുന്നതിന് 6 മാസം മുമ്പ് നടന്ന ഒരു സംഭവം. വെറും 6 മാസം മുമ്പ് എന്ന് പറഞ്ഞാൽ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം 4 മാസം ഗർഭസ്ഥ ശിശുവായിട്ടിരിക്കുന്ന അവസരത്തിൽ യമനിലെ ഗവർണറായിരുന്ന അബ്രഹത്ത് കാബ ദേവാലയം ആക്രമിക്കുന്നതിന് വേണ്ടി വന്നു. അബ്ദുൽ മുത്തലിബ് ആയിരുന്നു അന്നത്തെ വലി. അന്നത്തെ മുത്തവല്ലി കൗബയുടെ മക്കയിൽ പ്രവേശിച്ചു. അബ്ദുൽ മുത്തലിബിന്റെ ഒട്ടകത്തെയും ആടിനെയും ഒക്കെ പിടിച്ചു.
വിവരം അബ്ദുൽ മുത്തലിബ് പറഞ്ഞു. അദ്ദേഹം നിസ്സഹായനാണ്, ഒന്നുമില്ല, പട്ടാളക്കാരനില്ല, പോലീസുകാരനില്ല, തോക്കില്ല, വാളില്ല, വെട്ടുകത്തിയില്ല, വിഷാത്തിയില്ല, ഒന്നുമില്ല, നിസ്സഹായനാണ്. യമനിലെ ഗവർണർ അബ്രഹത്താണ് വന്നിരിക്കുന്നത്, ആനപ്പടയോടുകൂടിയാണ് വന്നിരിക്കുന്നത്. അബ്രഹത്ത് നേരെ പോയി അബ്രഹത്തിന്റെ അടുക്കൽ, അബ്ദുൽ മുത്തലിബ് അവിടെ ചെന്നിട്ട് പറഞ്ഞു, എൻ്റെ 5-6 ഒട്ടകങ്ങളെ പിടിച്ചിട്ടുണ്ട് നിങ്ങളുടെ സൈന്യം, അതിങ്ങ് വിട്ടുതരണം. ഉടനെ അദ്ദേഹം അഹങ്കാരത്തോടെ ചോദിച്ചു, നിന്റെ കഅബ ദേവാലയം അടിച്ച് തകർക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്, നിനക്ക് നിന്റെ ഒട്ടകത്തെ കുറിച്ചുള്ള ചിന്തയാ? ഉടനെ അബ്ദുൽ മുത്തലിബ് പറഞ്ഞൊരു വാക്കുണ്ട്, എന്താ പറഞ്ഞറിയാമോ? കഅബയുടെ മാലിക് അല്ലാഹുവാണ്, ഈ ഒട്ടകത്തിന്റെ മാലിക് ഞാനാണ്, അതുകൊണ്ട് എനിക്ക് വിട്ടുതരിക. പിന്നീട് കഅബ ദേവാലയത്തിന്റെ അടുക്കൽ അബ്രഹത്തിന് എത്താൻ കഴിഞ്ഞുവോ? സൂറത്തുൽ ഫീൽ ഇറങ്ങിയില്ലേ നമ്മളെ പഠിപ്പിക്കുന്നതിന് വേണ്ടി? അനന്തര കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ. എന്തായിരുന്നു അബ്ദുൽ മുത്തലിബിന്റെ ഈമാൻ? അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുഖേന ലഭിച്ച ഈമാനല്ല, അതിന് മുമ്പേ ഉണ്ടായിരുന്ന ഈമാനാണ്. ആ അബ്ദുൽ മുത്തലിബിന്റെ ഈമാൻ പോലും ഇല്ലാതെ പോയി ഈ മുസ്ലിം ഉച്ചകോടിയിലെ നേതാക്കന്മാർക്ക്, പണ്ഡിതന്മാർക്ക്. നിങ്ങൾ സമ്മതിക്കൂലേ? ഒരല്പമെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഖുർആൻ ഇറക്കിയത് അല്ലാഹുവാണ്, ഖുർആൻ അള്ളാഹിന്റെ കലാമാണ്, അള്ളാഹുവാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. ഈ ഇറാഖ് എന്ന് പറയുന്ന ശക്തിയെ തകർക്കാൻ അള്ളാഹുവിന് കഴിവുണ്ട് എന്ന ചിന്തയോടുകൂടി മുന്നോട്ട് പോയിരുന്നുവെങ്കിൽ ഇതിനേക്കാൾ അത്ഭുതകരമായ പ്രവൃത്തി അള്ളാഹ് കാണിക്കുമായിരുന്നു. പക്ഷേ മുസ്ലിം ഉച്ചകോടി എന്താ ചെയ്തത്? അതിനെയൊക്കെ അവഗണിച്ച് തള്ളി വിശുദ്ധ ഖുർആന്റെ അധ്യാപനങ്ങളെ പുറമ്പോക്കാക്കി മാറ്റിക്കളഞ്ഞു, പിമ്പുറം തള്ളിക്കളഞ്ഞു. ആ ഈമാൻ ആകാശത്ത് പോകും എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. സഹാബിമാരിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈമാൻ ഉണ്ടാക്കി എന്തായിരുന്നു? ബദർ യുദ്ധം നടക്കുമ്പോൾ റസൂലുള്ളാഹിനോട് ചോദിച്ചു അൻസാരികൾ, അള്ളാഹുവിന്റെ റസൂലെ, ഞങ്ങളെയാണോ ഉദ്ദേശിക്കുന്നത്? റസൂലുള്ളാഹി മൗനം എന്നാ അറിഞ്ഞുകൊള്ളുക, ഞങ്ങളുടെ ശവത്തിലൂടെ ചവിട്ടി തല്ലാതെ അങ്ങയോളം എത്താൻ ഒരു ശത്രുവിനും കഴിയുകയില്ല. മൂസായോട് അദ്ദേഹത്തിന്റെ അനുയായികൾ പറഞ്ഞു പോയെ, നീ നിന്റെ ദൈവം പോയി യുദ്ധം ചെയ്യുക, ഞങ്ങളുടെ ഇരുന്നുള്ള എന്ന് ഞങ്ങൾ പറയുകയില്ല, ഞങ്ങൾ മരിക്കാൻ തയ്യാറാണ്, അങ്ങക്ക് വേണ്ടി ചോര നൽകാൻ തയ്യാറാണ് എന്ന് പഠിപ്പിച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഈമാൻ ഇന്ന് മുസ്ലിങ്ങളിൽ ഉണ്ടെന്ന് നിങ്ങൾ പറയുമോ? ഉണ്ടെങ്കിൽ നിങ്ങൾ വിജയിക്കുമെന്ന് സംശയമില്ല. ആ ഈമാൻ ഇന്ന് അഹമ്മദികളിൽ ഇമാം മഹദി മുഖേന അല്ലാഹു സ്ഥാപിച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, 84 ആളുകളെ ഷഹീദാക്കിയപ്പോ ഞങ്ങൾ ഖുർആനിലേക്ക് തിരിഞ്ഞുകൊണ്ട് പറഞ്ഞു, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, ഇസ്തഈനു ബിസ്സബ്രി വസ്സലാത്ത്. അത് ഇന്നും ഞങ്ങൾ അനുവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ന് ഞങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമാണ്. ഞങ്ങളിൽ വാളില്ല, തോക്കില്ല, മറ്റായുധങ്ങളൊന്നുമില്ല, പക്ഷെ ഒന്നുണ്ട്, ഈമാനുണ്ട്. ഞങ്ങൾ അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നു. ഞങ്ങൾക്ക് വിഷമമുണ്ട്. കാരണം എന്ത്? ഈ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് പണ്ഡിതന്മാര് അഹമ്മദിയ ജമാഅത്തിനെ തെറ്റിദ്ധരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. പണ്ടൊരു ഹസൻ നോമ്പ് കുറിച്ച സംഭവമുണ്ട്. എല്ലാവരും നോമ്പെടുത്തു. പോകുമ്പോഴത്തേക്കും ചൂടുകാലമാണ്, നോമ്പ് കുറിക്കുക. ഹസൻ പറഞ്ഞു ഞാൻ മുറിക്കൂല. അവസാനം 99 പേര് നോമ്പ് കുറിച്ചു. എന്നിട്ട് എല്ലാവരും വിളിച്ചു പറയാൻ തുടങ്ങി, ഹസൻ നോമ്പ് കുറിച്ച്, ഹസൻ നോമ്പ് കുറിച്ച്, ഹസൻ നോമ്പ് കുറിച്ച്. ഹസൻ വാസ്തവത്തിൽ നോമ്പ് കുറിച്ചിട്ടില്ല. ഇതുപോലെ അഹമ്മദികൾ വളരെ തുച്ഛമാണ്. അവര് പറയുന്ന യാഥാർത്ഥ്യങ്ങൾക്ക് ചെവി കൊടുക്കാൻ ആരുണ്ട്? പക്ഷെ 4 ഭാഗത്തും കോളാമ്പികൾ വിളിച്ചു പറയുന്നത് മിർസാ ഗുലാം അഹമ്മദ് കള്ളപ്രവാചകനാണ്, നുബുവത്ത് വാദിച്ചു, നബിക്കേശം പുതിയൊരു നബിയാണെന്ന് വാദിച്ചു. അദ്ദേഹത്തിന്റെ നബിത്വം എന്താണ്? അദ്ദേഹം ഏത് രീതിയിലുള്ള നബിത്വമാണ് വാദിച്ചത്? അതൊന്നും കേൾക്കാൻ നമുക്ക് കഴിയുന്നില്ല. എന്നിട്ട് അദ്ദേഹത്തെ എതിർക്കാനുള്ള ശ്രമം നടത്തി. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യക്തമായ നിലയിൽ അഹമ്മദിയ ജമാഅത്തിന് വിജയം നൽകി എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ പാശ്ചാത്യ നാടുകളിൽ സിറാജം മുനീറായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി സൂര്യൻ ഉദിച്ചുകൊണ്ടിരിക്കുകയാണ്. ക്രൈസ്തവരുടെ കോട്ടകളിൽ അഹമ്മദികൾ ഉണ്ടായിരിക്കുന്ന ചലനങ്ങൾ ലോകം അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഈ ഭാഗത്തേക്ക് നിങ്ങൾ ശ്രദ്ധിക്കണം. ബാങ്ക് കൊടുക്കാൻ സമയമാകുന്നു. ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. വാക്കുകൾ കേട്ട നിങ്ങൾക്ക് നന്ദി. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.